Good morning. Good morning, Shravya. Good morning, Adarsh. Good morning, all the others, all the viewers. എൻട്രിയുടെ പുതിയൊരു എഡിറ്റോറിയൽ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. ഇന്നലത്തെ എഡിറ്റോറിയൽസ് ആരെങ്കിലും വായിച്ചിരുന്നോ? ഇന്നലത്തെ എഡിറ്റോറിയൽസ് രണ്ടെണ്ണവും അതുപോലെ തന്നെ ഒപ്പീനിയൻ പേജും കംപ്ലീറ്റ്ലി പെർസ്പെക്റ്റീവ് ഓഫ് വാർ ആയിരുന്നു. യുദ്ധവുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് വെച്ചിട്ട് എഴുതിയ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾ ആയിരുന്നു ഇന്നലെ 3 ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? യെസ്, വാർ ആയിരുന്നു. അതെ. സോ ഇന്ന് നമ്മൾ ചെയ്തേക്കുന്ന 2 എഡിറ്റോറിയൽസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഡിസ്കഷന് വേണ്ടിയിട്ട്. ആൻഡ് ഐ ഹാവ് ടേക്കൺ എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ബോത്ത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് വേർഡ്സ് മീനിങ്സ് കുറവായിരിക്കും, പക്ഷേ ഞാൻ എക്സസൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് വേർഡ്സ് ആൻഡ് മീനിങ്സ് നമ്മൾ അപ്പം തന്നെ ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ എഡിറ്റോറിയൽ ഈസി ടു റീഡ് എഡിറ്റോറിയലാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള എഡിറ്റോറിയലാണ്. ഈവൻ ദോ സീരിയസ് ടോൺ ആണ് എങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തത് മനസ്സിലാവായിക്കൊന്നുമില്ല, പക്ഷേ കുറച്ചൊരു എന്താ പറയുക, നമ്മൾ വായിച്ച് തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ടഫായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ. സോ നമുക്ക് എഡിറ്റോറിയലിലേക്ക് പോവാം. ഫസ്റ്റ് എഡിറ്റോറിയൽ, ഇറാൻ വാർ ഇൻറ്റൻസിഫൈസ് ഇന്ത്യാസ് സ്ട്രാറ്റജിക് ചാലഞ്ച്. ഇറാൻ്റെ വാർ ഇൻറ്റൻസിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ചാലഞ്ചസ് എന്തെല്ലാമാണെന്നാണ്. ഇതിൻ്റെ മുമ്പ് നമ്മൾ ഒരിക്കൽ ഇതുപോലെ TS തിരുമൂർത്തിയുടെ ഒരു ആർട്ടിക്കിൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം അംബാസിഡർ ആൻഡ് പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യ ടു ദ യുണൈറ്റഡ് നേഷൻസ്. ഞാൻ നിങ്ങളോട് ഇന്നലെ ഒരു ഗ്രാമർ യൂസേജ് പറഞ്ഞില്ലേ അല്ലേ? ഇന്ത്യൻ അംബാസിഡർ ടു UN, ഇന്ത്യൻ അംബാസിഡർ ടു അമേരിക്ക എന്നാണ് നമ്മൾ പറയുക കേട്ടോ. യുണൈറ്റഡ് നേഷൻസ്, ന്യൂയോർക്ക്, ആൻഡ് ഇസ് കറൻ്റ്ലി ചെയർ ആൻഡ് സ്റ്റിയറിംഗ് കമ്മിറ്റി, ഡെക്കാൻ സെൻറ്റർ ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, ചെന്നൈ. ഓക്കെ. സോ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല്. നമ്മൾ ആർട്ടിക്കിളിലേക്ക് പോവാം. രണ്ടാമത്തെ ആർട്ടിക്കിൾ നമുക്ക് അവിടെ തന്നെ ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഇന്ത്യയുടെ ചാലഞ്ചസ് എന്തെല്ലാമാണ് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പോകുന്നു. അതായത് ഇപ്പോൾ യുദ്ധം നീണ്ടു പോവുകയാണ് അല്ലേ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 12 ദിവസം അല്ലെ 13 ദിവസം കഴിഞ്ഞു. ഇറ്റ്സ് അബൌട്ട് ടു ബി 2 weeks അല്ലെ, ഒരു ഫോർട്ട്നൈറ്റ് ആകാൻ പോകുന്നു. അപ്പോഴും യുദ്ധത്തിന് യാതൊരു കുറവും വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ വളരെ എന്താ പറയുക, നമ്മൾക്ക് നമ്മൾ ഒരു അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ലെറ്റ്സ് ഡീപ് ഡൈവ് ഇൻ ടു ഇറ്റ്. ഓക്കെ. സോ ഇറാൻ വാർ ഇസ് നോട്ട് എ വാർ ടു എലിമിനേറ്റ് ദ ഇമിനൻറ്റ് ത്രെറ്റ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇവിടെ നമ്മൾ ഈ യുദ്ധം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് ചുറ്റുമുള്ള രാജ്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അല്ലേ? അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനെയായിരുന്നു? അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനെയായിരുന്നു? ന്യൂക്ലിയർ വെപ്പൺ ഡീല് അല്ലേ? അതായിരുന്നു ഒന്നാമത്തെ റീസൺ പറഞ്ഞത്. പക്ഷെ ന്യൂക്ലിയർ വെപ്പൺ ഡീലിൽ നിന്ന് 2025 ഇറാൻ പിന്മാറി എന്ന് ഒമാൻ അറിയിച്ചതായിട്ട് നമ്മളൊരു ആർട്ടിക്കിളിൽ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നു. രണ്ടാമത്തെ ഇനി എന്താണ്? ഒരു ത്രെറ്റാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ഇറാൻ എന്നുള്ളത് ഒരു ത്രെറ്റാണ് എന്നാണ് ഒരു വേറൊരു കാര്യം. അവരവിടെ റെജിം ചേഞ്ച്, ഗവൺമെൻറ് ചേഞ്ച് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരത് ചെയ്തത്. ഇല്ലേ? യെസ്. അപ്പോൾ ഒരു ഇമിനൻറ്റ് ത്രെറ്റ് ഇറാൻ വാർ ഇസ് നോട്ട് എ വാർ ടു എലിമിനേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. അതായത് അവരുടെ ഒരു ഇമിനൻ്റ് ആയിട്ടുള്ള ഒരു ത്രെറ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ, എന്നേക്കുമായി ഇല്ലാതെയാക്കാനുള്ളൊരു യുദ്ധമായിരുന്നില്ല ഇത്. ഓക്കെ. നെയ്തർ ഇസ് എ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക്. പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിവെൻറ്റീവ് അല്ലെങ്കിൽ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ്. ടു സ്റ്റോപ്പ് ഇറാൻ ഫ്രം സ്ട്രൈക്കിംഗ് ഇസ്രയേൽ ഓർ അമേരിക്കൻ ആസറ്റ്. ഇത് ആക്ച്വലി ഇറാൻ ഇസ്രയേലിനെയോ അമേരിക്കൻസിൻ്റെയോ ആസറ്റ്സിനെ എന്താ പറയുക, ആക്രമിക്കുന്നതിൽ നിന്നൊരു തടയിടലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നും അല്ല, നേരെ തിരിച്ചാണ് കേട്ടോ. എന്നും അല്ല, അതും അല്ല റീസൺ.
nor it is a war to stop the rebuild of Iran's nuclear program. ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഒരു അമേരിക്കയുടെ അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇറ്റ് ഈസ് നോട്ട് ഈവൻ എ വാർ ടു ഡിസ്ട്രോയ് ഇറാൻസ് ബാലിസ്റ്റിക് മിസൈൽസ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽസ് മുഴുവൻ തകർത്ത് കളയാനുള്ള ഒരു നീക്കമായിരുന്നു, അതുമല്ല. ഓക്കെ, അപ്പോൾ ഈ 4 റീസൺസ് നമുക്കറിയാവുന്ന 4 റീസൺസും അല്ല ഇതിനുള്ള ബിഹൈൻഡ് ദ എന്താ പറയുക സിനാരിയോ. എലിമിനേറ്റിംഗ് എൻ ഐഡിയോളജി, ഒരു ഐഡിയോളജി എലിമിനേറ്റ് ചെയ്യുക അല്ലേ. ഇറ്റ് ഈസ് എ വോർ ടു ഡിസ്ട്രോയ് ദ ഐഡിയോളജി വിച്ച് ഡ്രൈവ്സ് ദ ഇറാനിയൻ ഗവൺമെൻറ്. ഇറാനിയൻ ഗവൺമെൻറ്റിനെ ഇദ്ദേഹം ഒരു പക്ഷേ US-നെ സപ്പോർട്ട് ചെയ്താവാൻ പറയാൻ സാധ്യതയുള്ളത്. ബയസ്ഡ് ആവണം എന്നില്ല കേട്ടോ, ബയസ്ഡ് ആവണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ സ്റ്റിൽ there could be some kind of inclination. ഒരു ഇറാൻ്റെ ഐഡിയോളജി, ഇറാനിയൻ ഗവൺമെൻറ്, ഇറാനിയൻ ഒരു തിയോക്രസി ഫോളോ ചെയ്യുന്ന ഗവൺമെൻറ് ആണ് എന്ന് നമുക്കറിയാം അല്ലേ. തിയോക്രസി മീൻസ് ലീഡേഴ്സ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി റൂളിംഗ് ദ ഗവൺമെൻറ് അല്ലേ. അപ്പം അതിനകത്തുള്ള ഗുണദോഷ സമ്മിശ്രങ്ങൾ ഡെഫിനറ്റ്ലി അതിനകത്ത് നല്ലതും ഉണ്ടാവും, അതിനകത്ത് മോശം കാര്യങ്ങളും ഒരുപാട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇസ്രയേൽ ആൻഡ് US ക്ലെയിം ചെയ്യുന്ന എന്താണ്, അവിടെ ഒരു റെജിം ചേഞ്ച് ആവശ്യമാണ്. റെജിം ചേഞ്ച് മീൻസ് എ ചേഞ്ച് ഇൻ ഗവൺമെൻറ് ഇസ് നീഡഡ്. ദാറ്റ് ഇസ് വാട്ട് ദേ ആർ ടെല്ലിങ് ആൻഡ് ചേഞ്ച് ഇസ് ദ പാത്ത് ടു അച്ചീവ് ഇറ്റ്. ഓക്കെ, സോ US ഇസ്രയേലുമായിട്ട് ചേർന്ന് ആക്റ്റീവ്ലി പ്രോസിക്യൂട്ട് ദ വോർ ബൈ ഓണിങ് ദ ഐഡിയ. അപ്പോൾ US എന്ത് ചെയ്തു, ഇസ്രയേലുമായി ചേർന്ന് ഈ ഒരു യുദ്ധം നടപ്പിലാക്കിയാണ് ചെയ്തത്. ഇറാൻ ഇസ് സീൻ ആസ് എ ഗ്രേറ്റർ ഡിസ്പ്യൂട്ടർ അല്ലേ. ഇറാനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഒരു ഗ്രേറ്റർ ഡിസ്പ്യൂട്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, isn't it? സോറി, സോ ഇവിടെ മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. I think meanings will not automatically come. I'm so sorry, I'm a little confused. ഓക്കെ, സോറി, ഡിസ്റപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റർബർ ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഇറാനെ ഇസ്രയേൽ എന്നും ഒരു ഡിസ്റ്റർബർ. ഇത് അവരുടെ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു ജിയോഗ്രഫി വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രയേൽ അവിടെ വളരെ ഡോമിനേറ്റഡ് ആണ് അല്ലേ. വളരെ ഹൈറ്റിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇക്കണോമിക്കലി ആണെങ്കിലും അതല്ല ഇൻ്റലിജൻസ് ആണെങ്കിലും ഒക്കെ വളരെ ഹൈറ്റിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെ ഇറാൻ അവർക്ക് എന്നും ഒരു ഭീഷണിയാണ്, isn't it? So they are considering Iran to be a great disruptor. ഡിസ്റപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈവൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഇൻട്രപ്റ്റ് ചെയ്യുക, പ്രോസസ് ഓർ കോസിങ് ഡിസ്റ്റർബൻസ് ഓർ പ്രോബ്ലം, അതിനെയാണ് നമ്മൾ ഡിസ്റപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ ഒരു ഡിസ്റപ്റ്റർ, ഒരു ഡിസ്റ്റർബിങ് ഫാക്ടറാണ് ഇറാൻ എന്നാണ് ഇസ്രയേൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇറാൻ്റെ പ്രോക്സി വോർ ആയിട്ടുള്ളത് എന്ത് ചെയ്യണം, പ്രോക്സി എന്ന് പറഞ്ഞാൽ ഒരു റെപ്രസെൻറ്റേഷൻ വോർ അല്ലേ. ഇസ്രയേൽ വാണ്ട്സ് ടു എൻഡ് ഇറാൻസ് റെപ്രസെൻറ്റേഷൻ വോർ. അവരെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റായിട്ട് നിലനിന്ന് പോകുന്ന ഒരു ഭീതിയുള്ള അല്ലെ ത്രെറ്റ്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രാജ്യമായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നു. ദിസ് മീൻസ് ആസിഫിക്സേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സഫക്കേറ്റിംഗ് അല്ലെ സ്റ്റാങ്കുലേറ്റിംഗ്. നമ്മൾ ഈ തൊണ്ടയിലൊക്കെ ഞെക്കി പിടിച്ച് കഴിയുമ്പോൾ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയില്ലേ നമുക്ക് അല്ലേ, അതിനെയാണ് പറയുന്നത്. ആ ടൈപ്പ് ഓഫ് ഇറാനിയൻ സപ്പോർട്ട് ടു നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇൻ ദ റീജിയൻ, ദാറ്റ് ഈസ് ഇനിമിക്കൽ. കുറച്ച് വേർഡ്സ് ഉണ്ട്, നോക്കി വെച്ചോളൂ, നമ്മളിനി വേറെ ഡിസ്കസ് ചെയ്യില്ല. ഇനിമിക്കൽ മീൻസ് ഹോസ്റ്റൈൽ ഓർ ഫ്രണ്ട്ലി, അൺഫ്രണ്ട്ലി, ഹോസ്റ്റൈൽ ആൻഡ് അൺഫ്രണ്ട്ലി ടു ഇസ്രയേൽ. അപ്പോൾ ഇസ്രയേലുമായിട്ടും എന്താ പറയുക, ഒരു പ്രതിരോധത്തിൽ നിൽക്കുന്ന കുറച്ച് രാജ്യങ്ങൾ, പാലസ്തീൻ ഉണ്ടാകാം, ലിബിയ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളെ കൂടി ഈ ഒരു പാക്കേജിൻ്റെ ഭാഗമാക്കുക. യുദ്ധത്തിൽ അവരെയും കൂടെ ഉന്മൂലനാശനം ചെയ്യുക എന്നൊരു ലക്ഷ്യം ഒരു പക്ഷേ ഇതിന് പിന്നിൽ ഉണ്ടാകാം. ദിസ് അഗൈൻ മീൻസ് എലിമിനേറ്റിംഗ് ദ ഐഡിയോളജി ആസ് ഒപ്പോസ് ടു ദ റിലീജിയൻ, ഇഫക്റ്റീവ്ലി എ റെജിം ചേഞ്ച് അല്ലേ. ഐഡിയോളജി എന്താണ്, ഒപ്പോസ് ടു ദ റിലീജിയൻ്റെ ഒപ്പോസിഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവരെന്താണ് പറയുന്നത്, റെജിം ചേഞ്ച്, എ ഗവൺമെൻറ് ചേഞ്ച് ഇസ് നീഡഡ് ഇൻ ഇറാൻ എന്നാണ് അവർ പറയുക. ഇറാൻ
വളരെ കൺസിസ്റ്റൻ്റ്ലി നേർച്ചേർഡ് ആൻഡ് യൂസ്ഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ടു വേജ് എ പ്രോക്സി വാർ അഗെയിൻസ്റ്റ് ഇസ്രയേൽ. ഇറാനും മോശക്കാരനൊന്നും അല്ല അല്ലേ, ആരും നല്ല ആൾക്കാരൊന്നും അല്ല യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ചീത്ത ആൾക്കാരെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവരും മോശമല്ല അല്ലേ. ഇറാനും എന്ത് ചെയ്തിട്ടുണ്ട്, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ടുള്ള, അതായത് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇവിടെ കൺട്രീസ് ആണ്, അവർ സോവറിൻ സ്റ്റേറ്റ്സ് ആണ്. അവർ സോവറിൻ സ്റ്റേറ്റ്സ് അല്ല, പക്ഷേ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇൻ്റർനാഷണൽ റിലേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതുപോലെ ലീഗൽ പേഴ്സണാലിറ്റി ഉള്ളതും ഓപ്പറേറ്റ് അക്രോസ് ബോർഡറിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ശേഷിയുള്ള കുറച്ച് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ കൂടെ വളർത്തിക്കൊണ്ടുവന്ന് ഈ ഒരു ഇസ്രയേലിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ മുൻനിരയിൽ നിർത്താനായിട്ട് ഇറാനും ശ്രമിച്ചിട്ടുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ യുദ്ധമല്ല ഇത്. ആക്ച്വലി കഴിഞ്ഞ 12 ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണോ? അല്ല, 2025 അതിനു മുമ്പും പല കാലഘട്ടങ്ങളിൽ തുടങ്ങിയ യുദ്ധമാണ്. അപ്പോഴത്തെ എല്ലാ സിറ്റുവേഷനും ഇത് തന്നെയായിരുന്നു. In fact, some non-state actors have quite literally become a state within a state. അല്ലേ, അടുത്തൊരു യൂസേജ് ആണ് സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സെൽഫ് ഗവേണിംഗ് ആയിട്ടുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി. ചിലപ്പോൾ ഒരു പക്ഷേ മിലിറ്ററി ഫാക്ഷൻ ആയിരിക്കാം, ഒരു സീക്രട്ട് സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പവർഫുൾ കോർപ്പറേഷൻ ആയിരിക്കാം. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കും. ഒരു ലാർജർ സോവറിൻ സ്റ്റേറ്റിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കും. എന്ത് സംഭവിക്കും, അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിവിൽ സിറ്റിസൺഷിപ്പ് അല്ലെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലോയിനെ അവർ പാലിക്കില്ല. പണ്ട് നമുക്കറിയാം പാകിസ്ഥാനിൽ മിലിറ്ററി റെജിം വരുന്നതിന് തൊട്ടു മുന്നേ അല്ലേ, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് ഇവരെ ഒന്നും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, മിലിറ്ററി വകവയ്ക്കില്ല അല്ലേ. ഒരു സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ്. ഇപ്പം നമ്മളിവിടെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് കാലം മുമ്പ് ഇത് വളരെയധികം നിലനിന്നതാണ് ഇന്ത്യയിൽ. ഖാപ് പഞ്ചായത്ത്സ് എന്ന് പറയും. ഒരു പാരലൽ ഗവൺമെൻറ് പോലെയാണ് പ്രവർത്തിച്ചിരുന്നത് അല്ലേ. പഞ്ചായത്തുകൾ നോർത്ത് ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഉണ്ട്. അതിൽ ഖാപ് പഞ്ചായത്ത്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഹരിയാന, ബീഹാർ അല്ലെങ്കിൽ UP അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ഖാപ് പഞ്ചായത്ത്സ് ഉണ്ടാവും. അതായത് ഒരു ഗവൺമെൻറ് വിത്തിൻ അനദർ ഗവൺമെൻറ് അല്ലേ. നമ്മൾക്ക് വലിയൊരു ഗവൺമെൻറ് ഉണ്ട്, ആ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസോ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ നിയമങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല. അപ്പോൾ ഒരു പാരലൽ ഗവൺമെൻറ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇത് സ്റ്റേറ്റിന് വളരെ തലവേദനയാണ് താനും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇറാനിൽ ഉള്ള എന്താ പറയുക അകത്ത് ഉള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഇറാനിയൻ ഹെസ്ബുള്ളയെ ലെബനനിൽ എന്ത് ചെയ്തിരുന്നു, ബാക്ക് ചെയ്തിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു. ഓക്കെ, അതുപോലെ Lebanon occupies parts of Hezbollah in Lebanon occupies parts of Lebanon and has even held up the formation of government അല്ലേ. ഹെസ്ബുള്ള ലെബനനിലെ ഹെസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുകയും അവിടെ അവർ എന്ത് ചെയ്യും, ഗവൺമെൻറ് ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, ഇറാൻ ബാക്ക്ഡ് ഹൗത്തിസ് ഇൻ യമനിൽ ഹൗത്തിസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ആൻഡ് ഹാവ് കാർവ്ഡ് ഔട്ട് ദ ലാർജ് ചങ്ക് ഓഫ് യമൻ. വളരെ വലിയ യമൻ്റെ ഒരു വലിയ ഭാഗം കാർന്നിങ്ങോട്ട് എടുക്കുകയും ചെയ്തിരുന്നു. Houthi missiles hit Saudi Aramco installations in 2021. ഹൗത്തീസിൻ്റെ മിസൈൽസ് സൗദിയിൽ അരാംകോ ഇൻസ്റ്റലേഷൻ 2021 അവിടെ അടിക്കുകയും അതുപോലെ തന്നെ സൗദി അറേബ്യയുടെയും ഇറാൻ്റെയും ഇടയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് 2023 റീസ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇറാഖി ഷിയ നോൺ സ്റ്റേറ്റ് മിലിറ്റിയ ആർ ഓൾസോ സപ്പോർട്ടഡ് ബൈ ഇറാൻ. ഇറാഖിലെ ഷിയ നോൺ സ്റ്റേറ്റ് മിലിറ്റിയ അവരെയും സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ആരും മോശക്കാരല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾക്കൊരു ജിയോ പൊളിറ്റിക്സിൻ്റെ സിനാരിയോ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇസ്രയേൽ എന്തുകൊണ്ട് ഇവരെ ഒരു ഭീഷണിയായിട്ട് കൺസിഡർ ചെയ്യുന്നുവെന്നും ഇറാൻ ആരെല്ലാമാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഇത്രയും നേരം നമ്മൾ മെൻഷൻ ചെയ്തു പോയി. ഇനി ഇറാൻ്റെ സപ്പോർട്ട് ഹമാസിന് ബ്രൂട്ടൽ അറ്റാക്ക് ഓഫ് October 7, 2023 കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒബ്വിയസ്ലി ഇറാന് ഹമാസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IS സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മൾക്ക് അറിയില്ല ഒരു എന്തെല്ലാം രീതിയിൽ വിത്ത് ടു വാട്ട് എക്സ്റ്റെൻറ്റ് എന്നുള്ളത്. സോ വിച്ച് എക്സ്പോസസ് ഇറാൻസ് പ്രോക്സി ടു ഫിയേഴ്സ് ഇസ്രേലി റിറ്റാലിയേഷൻ. ഇസ്രേലിയയുടെ റിറ്റാലിയേഷൻ അല്ലെങ്കിൽ ഒരു വെഞ്ചൻസ് അല്ലേ, അവരുടെ ഒരു എന്താ പറയുക പ്രതികാര നടപടിക്ക് കാരണമാകുന്ന രീതിയിലുള്ള ഒരു ബ്രൂട്ടൽ അറ്റാക്കിന് ഹമാസിനെ സപ്പോർട്ട് ചെയ്തതും ഇറാനാണ്. ഓക്കെ, ആൻഡ് ഇവൻച്വൽ ഡീഗ്രഡേഷൻ. ഐറോണിക്കലി പറയുകയാണെങ്കിൽ ഹമാസ് ഇറ്റ്സെൽഫ് വാസ് ഇനിഷ്യലി പോപ്ഡ് അപ്പ് ബൈ ഇസ്രയേൽ. അതായത് എൻകറേജ്ഡ് അല്ലെ. ഹമാസ് ആക്ച്വലി ഐറോണിക്കലി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐറോണിക്കലി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു സംതിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് നൗ അല്ലേ.
ഐറോണിക്കലി പറയുകയാണെങ്കിൽ ഹമാസിനെ വരെ ഇസ്രയേൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇസ്രയേൽ ലേറ്റർ ബൈ ഖത്തർ ടു വീക്കൻ ആരെ വീക്കൻ ചെയ്യാൻ, യാസിർ അറാഫത്ത് ആൻഡ് പാലസ്റ്റീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു കാലത്ത് ഹമാസിനെ ലിറ്ററലി ഹെൽപ്പ് ചെയ്തതും സപ്പോർട്ട് ചെയ്തതും ആരാണ്? ഖത്തർ, ഇസ്രയേലാണ്. അത് ലേറ്റർ ബൈ ഖത്തറും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? യാസിർ അറാഫത്തിനെ വീക്കൻ ചെയ്യാനും ആൻഡ് ദ പാലസ്റ്റീനിയൻ ലിബറൽ ഓർഗനൈസേഷനെ സ്പ്ലിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിസ്ക്രെഡിറ്റ് ദ പാലസ്റ്റീൻ അതോറിറ്റി, പാലസ്റ്റീൻ അതോറിറ്റിയെ നാണം കെടുത്താൻ, ഷെയിം ചെയ്യാൻ, ഡിസ്ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഷെയിം എന്നുള്ളൊരു മീനിങ് ആണ്, നാണം കെടുത്താനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വെൻ ദിസ് റൈറ്റർ ലിവ്ഡ് ഇൻ ഗാസ, ഇത് ഇവിടെ ഗാസയിൽ ഉണ്ടായിരുന്ന സമയത്ത് ദ കോ ഫൗണ്ടർ ആൻഡ് ദ സ്പിരിച്വൽ ഗുരു ഓഫ് ഹമാസ്, കോ ഫൗണ്ടറും സ്പിരിച്വൽ ഗുരുവും, ഹമാസിൻ്റെ കോ ഫൗണ്ടറും സ്പിരിച്വൽ ഗുരുവും ആയിട്ടുള്ള ഷെയ്ഖ് അഹമ്മദ് യാസിൻ വാസ് റിലീസ്ഡ് ഇൻ 1997, 1997 റിലീസ് ചെയ്യപ്പെടുകയും അതുപോലെ ഗാസയിലേക്ക് ഇസ്രയേൽ ഇതിനു വേണ്ടി ഈ ഒരു പാലസ്തീനെ എന്താ പറയുക തകർക്കാൻ വേണ്ടിയിട്ട് തന്നെ അയക്കുകയും ചെയ്തിട്ടുണ്ട് ബൈ ഇസ്രയേൽ. ഒന്ന് ആലോചിച്ച് വെക്കണം, സിനാരിയോസ് അവിടുന്ന് ഇവിടേക്ക് എത്താൻ എത്ര സമയം എടുത്തു എന്ന് മാത്രം അല്ലേ. ഒരിക്കൽ അവർ തന്നെ വളർത്തിവിട്ടതിനെ അവർക്ക് എന്താ പറയുക തടയിടേണ്ട ഒരവസ്ഥ. ഇറാനിയൻ ഐഡിയോളജി എന്ന് പറയുന്നത് ഇൻസ്റ്റെബിലിറ്റി അണ്ടർ ദ റീജിയൻ അല്ലേ, ഒരു ഫ്രൈറ്റൻ ചെയ്യുന്നുണ്ട് ഈ റീജിയനെ. ഇറാൻ്റെ ഐഡിയോളജീസ് ഒബ്വിയസ്ലി എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് ആണ് അല്ലേ. അവിടെ മുസ്ലിം നേഷൻസ് ഒരുപാടുണ്ട്. നമുക്കറിയാം UAE കംപ്ലീറ്റ്, സൗദി അറേബ്യ, ഖത്തർ, അതുപോലെ ഒമാൻ, ഇങ്ങനെ പോകുന്ന പല നേഷൻസും മുസ്ലിം റിലിജൻ ഫോളോ ചെയ്യുന്ന നേഷൻസ് ആണ്. അവരുടെ ഐഡിയോളജിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് ഇറാനുള്ളത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗൾഫ് മൊണാർക്കീസ് അവർക്ക് പബ്ലിക് ഒപ്പീനിയൻ കൺട്രോൾഡ് ആണ് അല്ലേ. വേർ പബ്ലിക് ഒപ്പീനിയൻ ഈസ് കൺട്രോൾഡ്, ഗൾഫ് മൊണാർക്കീസ് നമുക്കറിയാം രാജാവിൻ്റെ ഭരണമാണ്, കൂടുതലായിട്ടും ജനങ്ങളുടെ ഒരു റെപ്രസെൻറ്റേഷൻ പൊതുവെ കുറവാണ്. കോൺസിക്വൻസ്ലി അണ്ടർ അമേരിക്കൻ പ്രോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർജിങ് എന്നുള്ളൊരു മീനിങ് ആണ്. ഗൾഫ് സ്റ്റേറ്റ് ബിഗൻ സൈനിങ് എബ്രഹാം അക്കോർഡ്സ്. എബ്രഹാം അക്കോർഡ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു സീരീസ് ഓഫ് UN ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക്, ഇക്കണോമിക് ആൻഡ് നോർമലൈസേഷൻ ഒരു എഗ്രിമെൻ്റ് ആണ് കേട്ടോ ഇത്. ഇതെന്താണ് പറയുന്നത്? 2020, 2021 കാലഘട്ടങ്ങളിലാണ് ഇത് സൈൻ ചെയ്തത്. ഇസ്രയേലും പല അറബ് നേഷനും ഇൻക്ലൂഡിങ് UAE, ബഹ്റിൻ, സുഡാൻ ആൻഡ് മൊറോക്കോ, ഇത്രയും റീജിയൻസ് ഉൾപ്പെടുന്ന വെസ്റ്റ് ഏഷ്യൻ കൺട്രീസ് സൈൻ ചെയ്ത, US-ഉമായിട്ട് സൈൻ ചെയ്ത ഒരു US ബ്രോക്കേർഡ് ഡിപ്ലോമാറ്റിക് ഇക്കണോമിക് ആൻഡ് നോർമലൈസേഷൻ എഗ്രിമെൻ്റ് ആണ് ഈ എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇസ്രയേൽ ടു സ്റ്റെബിലൈസ് ദ റീജിയൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് പാലസ്തീൻ ഇഷ്യൂ. ഈവൻ എല്ലാ അറബ് രാജ്യങ്ങളും ഇതിൽ സൈൻ ചെയ്തു. നമ്മൾ കണ്ടു ഏതൊക്കെ അറബ് നേഷൻസ് ആണ് എന്നല്ലേ. UAE, ബഹ്റിൻ, സുഡാൻ ആൻഡ് മൊറോക്കോ അല്ലേ, ഇത്രയും രാജ്യങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം പാലസ്തീൻ ഇഷ്യൂ ഉണ്ടായിട്ടും പാലസ്തീനിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ മേലെ അത് കുഴപ്പമില്ല, പാലസ്തീൻ കോംപ്രമൈസ്ഡ് ആയാലും അവിടെ പ്രശ്നമില്ല എന്ന രീതിയിൽ തന്നെ ആ ഒരു എബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യേണ്ടായി. ഇസ്രയേൽ ആൻഡ് US ആർ ഗോയിങ് ആഫ്റ്റർ ഇറാൻ അഗൈൻ. ഇനിയും ഇസ്രയേലും US-ഉം ഇറാൻ്റെ പുറകെ പോവുകയാണെങ്കിൽ when their June 2025 bombing campaign effectively buried the Iran nuclear enrichment process അല്ലെ, ഇറാൻ്റെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പ്രോസസ്സിനെ തടയിടാൻ വേണ്ടി ജൂൺ 2025 അവർ ബോംബ് ചെയ്തത്, ഇറ്റ് ക്യാൻ ഓൺലി ബി for a much bigger goal, elimination of Iranian radical ideology and regime change. അപ്പോൾ അവരുടെ പിന്നിലുള്ള വലിയ ഉദ്ദേശം അതായിരിക്കണം. ന്യൂക്ലിയർ പ്രോഗ്രാം അവരവിടെ നിർത്തലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പിന്നിലുള്ള വലിയൊരു കാര്യം എലിമിനേഷൻ ഓഫ് ഇറാനിയൻ റാഡിക്കൽ ഐഡിയോളജി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ള അറബ് നേഷനിൽ നിന്നും ഇറാൻ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് അവരുടെ റാഡിക്കലായിട്ടുള്ള ഐഡിയോളജീസ് കാരണമാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു ഗവൺമെൻറ് ചേഞ്ച് വേണമെന്ന് ഇസ്രയേലും അമേരിക്കയും ഒക്കെ ആഗ്രഹിക്കുന്നു. ഇവിടെ ആൻഡ് കോസ് അൺപ്രസിഡൻറ്റഡ് ഡിവാസ്റ്റേഷൻ, എക്സ്ട്രാ ഓർഡിനറി ഡിവാസ്റ്റേഷൻ ഓൺ മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി അപ്പാരറ്റസ് ആസ് വെൽ ആസ് ഓയിൽ ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ. ഇറാനിലെ ഈ അറ്റാക്ക് ഓൺ ഇറാനിൽ നടത്തിയ അറ്റാക്ക് വളരെ വലിയ ഡിസ്ട്രക്ഷൻസ് അവിടെ എന്താ പറയുക അവരെ ആഘാതമേൽപ്പിച്ചിട്ടുണ്ട്. മിലിറ്ററിയിലാണെങ്കിലും അവരുടെ സെക്യൂരിറ്റി അപ്പാരറ്റസിലാണെങ്കിലും ഓയിൽ അതിലുള്ള ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ,
hoping to break the cohesion, unity of government structures and provoke the people to overthrow the government. എന്താണ് യുദ്ധം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഗവൺമെൻറ് ഒരു പരിധി ജനങ്ങൾ ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും? ദിൽ സ്റ്റോപ്പ് അല്ലേ? അവർക്ക് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഗവൺമെൻറ്റിനെ ഓവർത്രോ ചെയ്യും എന്ന ഒരു ടാക്ടിക്സ് ആണ് ഇവിടെ US പറഞ്ഞു വെക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈവൻ പ്രോമിസ് ടു മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗൈൻ അല്ലേ? ഇറാൻ ഗ്രേറ്റ് അഗൈൻ ആക്കാനുള്ള ഒരു പ്രോമിസ് US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഈവൻ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, can regime change be affected by mere air bombing on military and civilian targets? അല്ലേ, എയർ ബോംബിങ്ങും മിലിറ്ററി ആൻഡ് സിവിലിയൻ ടാർഗറ്റ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ യുദ്ധം ഒരു ഗവൺമെൻറ് ചേഞ്ചിന് അവിടെ സാധ്യമാകുമോ എന്നത് തന്നെയാണ്. This has not happened so far and Israelis and Americans are reluctant to put boots on the ground അല്ലേ? സോ ഇത് ഇത്ര നേരം കൊണ്ട് സാധ്യമായ ഒന്നാണോ? അല്ല. സാധ്യമായ ഒന്നാണോ? അല്ല. കാര്യം എന്താണ്? ഒബ്വിയസ്ലി അമേരിക്കൻസിനും ഇസ്രയേൽസിനും എന്താ പറയുക, ദേ ആർ നോട്ട് ഏബിൾ ടു കൺട്രോൾ ദ സിറ്റുവേഷൻ റൈറ്റ് നൗ, ഇസ്ൻ്റ് ഇറ്റ്? സോ അത് ഇവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ട്. എന്താ പറയുക, പുട്ടിംഗ് ദ ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു സോൾജിയേഴ്സ്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു എഡിറ്റോറിയലിൻ്റെ ഭാഗമാണ്. പുട്ടിംഗ് ദ ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾജിയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഴ്സണൽസ് ഓർ എന്താ പറയുക ഫിസിക്കലി പ്രസൻറ്റ് ആവുക. So that is the meaning. Put boots on the ground means physically present avuga. That is the meaning. Okay, physically present avuga. This is the meaning. Okay. Yes. Okay. നമ്മൾ ഇനി തിരിച്ചു വരികയാണെങ്കിൽ ഇറാനിയൻസ് എന്ന് പറയുന്നത് ബോൺ ടു ബ്രണ്ട് ദ ജൂൺ 2025 വാർ ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. അപ്പോൾ ഇറാനിയൻസ് ഡെഫിനറ്റ്ലി ദേ മേ ഹാവ് ലേൺഡ് എ ബിഗർ ലെസൺ അല്ലേ? 2025 അവർക്ക് ഏകദേശം ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലായിട്ടുണ്ട്. അവർ ഇതിലും വലുത് വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ബോധമുള്ള ആൾക്കാരാണ്. സോ ഇറാൻ സുപ്രീം ലീഡർ ആയിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനി അദ്ദേഹം ഒരിക്കലും ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല അല്ലേ? മാട്രിഡം രക്തസാക്ഷിത്വം വഹിക്കുകയാണ് ചെയ്തത്. സോ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ സ്പെഷ്യൽ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ടു കിൽ ഹിം. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഹൈഡ് ഔട്ടിലൊന്നും പോയിരുന്നില്ല. അങ്ങനെ ഒരു അസാസിനേഷൻ പ്രതീക്ഷിച്ചിരുന്നപ്പോഴും ഇറാൻ എന്ത് ചെയ്യുന്നു? ഡീസെൻട്രലൈസ്ഡ് ഇറ്റ്സ് അതോറിറ്റി അല്ലെ? ഡീസെൻട്രലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അവരുടെ ആക്ടിവിറ്റിയും അവരുടെ ഓർഗനൈസേഷൻ ടു സെവറൽ ലോക്കൽ ഓഫീസ് ഓൺ അതോറിറ്റീസ് റാദർ ദാൻ വൺ സിംഗിൾ വൺ. ഒന്നിൽ മാത്രം ഉറച്ചു നിൽക്കാതെ പല സ്മോൾ ഫ്രാഗ്മെൻറ്റ്സിലേക്ക് അവരുടെ അധികാര പരിധി സ്പ്രെഡ് ചെയ്യുകയാണ് അവർ ചെയ്തത്. ഓക്കെ, മൾട്ടിപ്പിൾ ആംസ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ഡിസൈഡഡ് ദാറ്റ് ദ പീരീഡ് ഓഫ് സ്ട്രാറ്റജിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ് ആയിട്ടുള്ള നിർബന്ധിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വേണമെന്ന് വെച്ചിട്ടുള്ള സെൽഫ് ഇമ്പോസ്ഡ് ലിമിറ്റേഷൻ ഓഫ് യൂസിങ് മാക്സിമം പവർ, ഏറ്റവും പവറും മിലിറ്ററി ഫോഴ്സും എന്തെങ്കിലും ഒരു ലോങ് ടേം ഗോള് നേടുന്നതിനായി ഒരു ക്രൈസിസ് സമയത്ത് ഉപയോഗിക്കുന്നതിനെയാണ്. ഓക്കെ, അവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന എന്തിനാ? ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ നോൺ ലീതൽ ഒപ്പീനിയൻസ് ആൻഡ് ഇമ്മീഡിയറ്റ് റിറ്റാലിയേഷൻ അല്ലേ? അപ്പോൾ തന്നെ തിരിച്ചടിക്കുക എന്ന ഒരു സ്ട്രാറ്റജിക് റെസ്ട്രെയിൻറ്റ് ആണ് അവരവിടെ ഉപയോഗിച്ചത്. 2025 ഈസ് ഓവർ. ഓക്കെ, so facing ഒരു asymmetry in firepower, Iran has widened the war to include regional targets beyond US bases in the Gulf. ബാക്കി ഗൾഫ് നാടുകളിലെ US ബേസസിലേക്ക് നമ്മൾക്കറിയാമായിരുന്നു അവരുടെ ടാർഗറ്റ് വൈഡൻഡ് ആയിരുന്നു അല്ലേ? UAE പല നേഷൻസിലും അതുപോലെ ഖത്തർ, ബഹ്റൈൻ, സൗദി, ഇസ്ൻ്റ് ഇറ്റ്? അവിടെയുള്ള അങ്ങനെയുള്ള എല്ലാ US ബേസിലാണ് എന്ന് പറഞ്ഞാലും ചപ്പ് ചവറ് പോലെ വന്ന് എന്ത് വരിക, മിസൈൽസ് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. സോ ഇറ്റ് ഹാസ് എക്സ്പോസ് ദ US സെക്യൂരിറ്റി എംബ്രല്ല ഓവർ ദ ഗൾഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ US ഇത്രനാളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? നമ്മളുടെ ഗൾഫ് സ്റ്റേറ്റിന് മുകളിൽ ഞങ്ങളിങ്ങനെ പന്തലിച്ച് നിൽക്കുന്ന US ഉണ്ട്. അപ്പോൾ അത് കാരണം അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, വേറെ രാജ്യങ്ങൾക്ക് ഇവരെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല അല്ലേ?
സോ ഇവിടെ നമ്മൾക്ക് മനസ്സിലാകുന്നത് അവരുടെ വൾണറബിലിറ്റിയാണ് അല്ലേ, അവർ ഹൗ മച്ച് ദേ ആർ എക്സ്പോസ് ടു ഡേഞ്ചർ എന്നുള്ളതാണ്. പുട്ട് ദ എനർജി സെക്യൂരിറ്റി ഓഫ് മെനി കൺട്രീസ് അറ്റ് ഏരിയസ് ട്രിക്സ്. സോ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റിസ്കിൽ പല രാജ്യങ്ങളും നിൽക്കുന്ന ഒരവസ്ഥ നമ്മളിപ്പോൾ കാണുകയുണ്ടായി. അപ്പോൾ ആരിലാണ് പ്രഷർ വരിക? പ്രഷർ ഈസ് ഓൺ ദ US ടു എൻഡ് ദ വോർ എൻഡ് ചെയ്യാനായിട്ടുള്ള പ്രഷർ ഇനി ഏറ്റവും കൂടുതലുള്ളത് US-നാണ്. ഇസ്രയേൽസ് വ്യൂ ഓഫ് ദ എൻഡ് ഗെയിം ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ദ US. ഇസ്രയേലിൻ്റെ ഈ ഒരു എൻഡ് ഗെയിം എന്ന് പറയുന്നത്, എൻഡ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യുദ്ധം അവസാന ഫൈനൽ സ്റ്റേജ് ഓഫ് ദ ഗെയിം എന്നുള്ളൊരു മീനിങ് അല്ലേ, അത് അവരുടെ US-ൻ്റെ സിനാരിയോ അല്ല ഇസ്രയേലിൻ്റെ സിനാരിയോ. ഇസ്ന്റ് ഇറ്റ്? ഇസ്രയേലിന് ഹാസ് നോ കമ്പക്ഷൻസ് എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ്സ്, അവർക്കൊരു പശ്ചാത്താപവും ഇല്ല അബൌട്ട് പേഴ്സ്യൂയിങ് എ പ്യുവർലി മിലിറ്ററി ക്യാമ്പയിൻ റിഗാർഡ്ലെസ് ഓഫ് ദി ഇന്റേണൽ റീജിയൻ ആൻഡ് പൊളിറ്റിക്കൽ ഫോൾ ഔട്ട്സ് അല്ലേ. അവരുടെ രാജ്യത്ത് നടക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ളതും റീജിയണൽ ആയിട്ടുള്ളതും പൊളിറ്റിക്കൽ കോൺസിക്വൻസസും ഒക്കെ ഉണ്ടെങ്കിലും ഇറാൻ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ മേലെ അക്രമം അഴിച്ചുവിടാനായിട്ട് ഇസ്രയേലിന് യാതൊരു വിധത്തിലുള്ള ഒരു എന്താ പറയുക ഒരു പശ്ചാത്താപവും ഇല്ല, റിഗ്രറ്റ്സും ഇല്ല. പക്ഷേ അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു ലീവ് ബിഹൈൻഡ് ഇറാൻ ഇൻ ടേർമോയിൽ വിത്തൗട്ട് പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റ് ഓഫ് ദ റീജിയൻ അവരെ വിട്ടിട്ട് പോകാൻ അമേരിക്കയ്ക്ക് സാധ്യവുമല്ല. ദിസ് റേസസ് ദാറ്റ് ഹോപ്പ് ദാറ്റ് ഇറാൻസ് ക്യാമ്പയിൻ വിൽ ബി ഷോർട്ടർ. ഇതുകൊണ്ടാണ് ഇറാൻ്റെ യുദ്ധം കുറച്ചുകൂടെ ഷോർട്ടർ ആവാൻ സാധ്യതയുണ്ട്, അധിക കാലം നീണ്ടു നിന്ന് പോകാനായിട്ട് സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അമേരിക്കസ് മിക്സ്ഡ് മെസ്സേജിങ്. അമേരിക്കയുടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെസ്സേജിങ് എന്താണെന്ന് വെച്ചാൽ, Mr. Trump dislikes getting bogged down in long conflict അല്ലേ, അതായത് സ്റ്റക്ക് ആകുക അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുക, അൺഎബിൾ ടു മേക്ക് പ്രോഗ്രസ്. അമേരിക്കക്ക് അടിച്ചങ്ങോട്ട് കയറാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഇവിടുന്ന് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേൽ അവരെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ അവരുടെ പ്രതിരോധം കുറച്ച് കൂടുതലായിരുന്നു, ആസ് ഇഫ് ദേ വെയർ റെഡി ഫോർ ഇറ്റ് അല്ലേ. ആ ഒരു പ്രതിരോധം അമേരിക്ക ഒരുപക്ഷെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അവിടെ അങ്ങനെ ഒരു സ്ലോ ഡൗൺ ചെയ്യുന്നത് മിസ്റ്റർ ട്രംപിന് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അദ്ദേഹം ആഗ്രഹിക്കുന്ന എന്താണ്? അദ്ദേഹം വെനൻസുലയിൽ ഇപ്പം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് അമേരിക്ക ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. ഒന്ന് വെനൻസുല അല്ലേ, വെനൻസുലയെ കുറച്ച് സിറ്റുവേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പ്ലയബിൾ, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റെജിം അവരുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി അബ്ഡക്റ്റ് ചെയ്യാണ്, ശരിക്കും കിഡ്നാപ്പ് ചെയ്യാണ് ചെയ്തത് അല്ലേ. തട്ടിക്കൊണ്ടുപോയി അദ്ദേഹം അവിടെ നടത്താൻ ശ്രമിച്ചതും, സിറിയയിൽ അദ്ദേഹം ഫോർമർ ISIS ടെററിസ്റ്റ് ലീഡറിനെ പ്രസിഡന്റായിട്ട് നിയമിച്ചതും, അതുപോലെ ഇനി അടുത്തത് ക്യൂബ, നെക്സ്റ്റ് ഇസ് ക്യൂബ എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അല്ലെ. വെറുതെ ഇരിക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. സോ നെക്സ്റ്റ് ഇസ് ക്യൂബ എന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ ഹി ഈസ് ഐയിങ് എ ക്വിക്ക് റെജിം ചേഞ്ച് ഇൻ ക്യൂബ നൗ. ക്യൂബയിൽ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ചേഞ്ച് അദ്ദേഹം US പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ലാസ്റ്റ് ഇയർ അദ്ദേഹം ഒരു ഡീല് വിത്ത് ഹൗത്തിസ് ടു പ്രിവെൻറ്റ് അറ്റാക്ക് ഓൺ അമേരിക്കൻ ഷിപ്സ്, അമേരിക്കൻ ഷിപ്സിനെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹൗത്തിസുമായിട്ട് ഒരു ഡീല് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. സോ വിത്ത് ഇറാനിയൻ ത്രെറ്റനിങ് ടു അറ്റാക്ക് ഷിപ്സ് പാസിംഗ് ത്രൂ ദ സ്ട്രേറ്റ് ഓഫ് ഹോർമസ്. അപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ ഇന്നലെ, ഐ ഡോണ്ട് നോ വെദർ ദിസ് ഇസ് ഒതൻറ്റിക് ഓർ നോട്ട്, ഈ ന്യൂസുകളൊക്കെ സത്യമാണോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുക വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ഒരുപാട് ഫോൾസ് ഇൻഫർമേഷനും വരുന്ന കാരണം നമുക്കറിയില്ല. ഒരാളുടെ എന്താ പറയുക, ഷിപ്പ് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി അമേരിക്കൻ ഷിപ്സിൻ്റെ പേര് മാറ്റി ചൈനീസ് ഷിപ്സ് ആക്കി അതിൻ്റെ ഓണറിനെ ഒക്കെ മാറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരു ന്യൂസ് കണ്ടിരുന്നു. ഐ ഡോണ്ട് നോ വെദർ ദിസ് ഇസ് റൈറ്റ്. ഇപ്പം ഓൺലൈൻ മീഡിയാസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ വലിയ പത്രങ്ങളുടെ ഓൺലൈൻ മീഡിയാസിൽ വരുന്ന ന്യൂസുകൾ പോലും ഫേക്കാണ്. അപ്പോൾ ഐ ഡോണ്ട് നോ വെദർ ദിസ് ഇസ് റൈറ്റ് ഓർ റോങ്. പക്ഷേ എന്താ പറയുക, ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന ഷിപ്സിനെ അറ്റാക്ക് ചെയ്യുമെന്ന്, അമേരിക്കൻ ഷിപ്സിനെ അറ്റാക്ക് ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞതിൻ്റെ ബേസിസിൽ കഴിഞ്ഞ കൊല്ലം എന്ത് ചെയ്തു അദ്ദേഹം, ഒരു ഹൗത്തീസുമായിട്ട് ഒരു ഡീലിന് അമേരിക്ക സന്നദ്ധമായിരുന്നു. So Mr. Trump is discovering that West Asia is not Latin America and Iran is not Venezuela അല്ലേ. എളുപ്പം കീഴടങ്ങിയ വെനൻസുലയെ പോലെ അല്ല, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ പോലെ അല്ല വെസ്റ്റ് ഏഷ്യ. ഇറാൻ ഒരിക്കലും ഒരു വെനൻസുല ആവില്ല എന്ന് അദ്ദേഹം ഇപ്പോൾ ഏകദേശം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. സോ വാർ എന്ന് പറയുന്നത് ട്രംപ് ആഗ്രഹിച്ച പോലെ പെട്ടെന്ന് അവസാനിക്കുന്നില്ല. ഒരു മിക്സ്ഡ് മെസ്സേജിങ് ഫ്രം ദ US ആണ് ഇപ്പോൾ കിട്ടുന്നത് അല്ലേ. ഈ വാർ സ്റ്റോപ്പ് ചെയ്യുക ആൻഡ് ഡിക്ലെയർ വിക്ടറി ഓർ ടു പ്രൊലോങ് ദ കോൺഫ്ലിക്റ്റ്. ഒന്നെങ്കിൽ ഈ വാർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ജയിച്ചു എന്ന് വിളിച്ച് പറയുക അല്ലേ, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്
ഇപ്പം അവർ ആക്ച്വലി പ്രപ്പോസ് ചെയ്തു അമേരിക്ക അല്ലേ. ഇന്നലെ ഞാൻ ന്യൂസിൽ കണ്ടിരുന്നു, അമേരിക്ക പ്രപ്പോസ് ചെയ്തപ്പോൾ ഇറാൻ പറഞ്ഞു, അവർ പറഞ്ഞു നടക്കില്ല, നിങ്ങൾ പറയുമ്പോൾ തുടങ്ങാനും നിങ്ങൾ പറയുമ്പോൾ അവസാനിക്കാനും ഉള്ളതല്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ് അവരിത് സ്റ്റോപ്പ് ചെയ്തില്ല. ഇപ്പം ഞാനിവിടെ അവരെ സപ്പോർട്ട് ചെയ്യല്ല കേട്ടോ പറഞ്ഞേ, പക്ഷേ ചില കാര്യങ്ങൾ അടി കിട്ടിയാലേ മനസ്സിലാവുള്ളൂ എന്ന രീതിയിലുള്ള പല നേഷൻസും ഉണ്ട്. സോ ഒരു മിക്സ്ഡ് മെസ്സേജിങ് ഫ്രം ദ US ആണിപ്പം വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു യുദ്ധം തുടർന്നുകൊണ്ട് പോയാൽ ഗ്ലോബൽ ഇക്കണോമിക് ഡിസ്റപ്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റീജിയണൽ ആൻഡ് അമേരിക്കൻ കാഷ്വലിറ്റീസ് അല്ലേ, ഇറാനിലുള്ള കുറേ ആൾക്കാർ മരിക്കും, അമേരിക്കൻസ് കുറേ പേര് മരിക്കും. അതുപോലെ പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് ബോത്ത് ഇൻ കോൺഗ്രസ് ആൻഡ് അമംഗ് ദ പബ്ലിക്. US-ലും ഇദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒപ്പോസിഷനും അതുപോലെ തന്നെ പബ്ലിക്കും. സോ ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്തേക്കാണ് US എന്ത്, റഷ്യയിൽ നിന്നും ഒരു കാലത്ത് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിനെ സ്റ്റോപ്പ് ചെയ്ത അതേ US തന്നെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതലായി ഓയിൽ വാങ്ങാനും, ടു സ്റ്റെബിലൈസ് പ്രൈസസ് സ്റ്റെബിലൈസ് ചെയ്യപ്പെടാൻ വേണ്ടി. ഇനി പറഞ്ഞു പോകുന്നത്, അമേരിക്കൻസ് ഗെറ്റിംഗ് ബോഗ് ഡൗൺ ഇൻ വെസ്റ്റ് ഇൻ ഏഷ്യ can only gladden China. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും, അവർ വലിയ ഹാപ്പിയാണ് ഇതിലൊക്കെ. ഈ ഒരു ജിയോപൊളിറ്റിക്കൽ സിനാരിയോ അവർ വളരെ ഹാപ്പിയാണ്. ചൈന മാത്രമല്ല റഷ്യയും. കാര്യം എന്താ വെച്ചാൽ റഷ്യയുടെ ഒരു ബാൻഡ്വിഡ്ത്ത്, റഷ്യയെ ഒബ്സർവ് ചെയ്യുന്നതിൽ നിന്നും ഫോക്കസ് എങ്ങോട്ടേക്ക് മാറും, ഇറാനിലേക്ക് US-ന്റെ മാറും. അപ്പോൾ ഈ അറ്റാക്ക് ഒരു റിലൻറ്റ്ലെസ് മീൻസ് റിമെയിൻ സ്ട്രിക്റ്റ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. റിലൻറ്റ്ലെസ്സിൻ്റെ മീനിങ് റിമെയിൻ സ്ട്രിക്റ്റ് എന്നുള്ളതാണ് കേട്ടോ. സോ ഈ ഒരു അറ്റാക്ക്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള അറ്റാക്സ് വരുമ്പോൾ ചൈന എന്താണ്, തൈവാനെ നോട്ടമിട്ട് തുടങ്ങിയിട്ട് കുറേ നാളായി അല്ലേ. അപ്പം ഇവർ എന്താണ് ആഗ്രഹിക്കുന്നത്, ചൈനയെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു അതോറിറ്റി ആർക്ക് നഷ്ടപ്പെടും, US-ന് നഷ്ടപ്പെടും, ഇസ്ന്റ് ഇറ്റ്. അപ്പോൾ യുക്രൈനും റഷ്യയും നടക്കുന്ന ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ഈ വാറിൻ്റെ ലോജിക്ക് ഒരിക്കൽ കൂടി റീഇൻഫോഴ്സ് ചെയ്യപ്പെടും അല്ലേ. യെസ്, അവിടെ റൈസിങ് ഓയിൽ പ്രൈസ് ആർ ഗുഡ് ഫോർ റഷ്യക്ക് ഓയിൽ പ്രൈസ് കൂടുന്നത് നല്ലതാണ് അല്ലേ. കാരണം ഇനിയിപ്പം അവരുടെ എന്താ പറയുക, ദേ ആർ ദ സോൾ സെല്ലേഴ്സ് അല്ലെ. ഇവർ പോകുമ്പോൾ സോൾ സെല്ലേഴ്സ് എന്നല്ല എങ്കിലും അവരൊരു മേജർ സെല്ലേഴ്സ് ആയിട്ട് മാറും. പക്ഷെ ചൈനയ്ക്ക് അതല്ല. പക്ഷേ ഒരു ഡിസ്ട്രാക്റ്റഡ് US എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ഗുഡ് ന്യൂസ് ഫോർ ഇന്ത്യ എന്നാണ് ഇദ്ദേഹം മിസ്റ്റർ തിരുമൂർത്തി പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, വാട്ട് ഈസ് ഹോപ്പിംഗ് ടു അട്രാക്ട് ഗ്രേറ്റർ US അറ്റൻഷൻ ആഫ്റ്റർ ദ ട്രേഡ് ഡീൽ ആൻഡ് ഫൈൻഡ് എ പ്ലേസ് ഇൻ ദ വേൾഡ് വ്യൂ ഓഫ് മിസ്റ്റർ ട്രംപ് അല്ലേ. സോ ഇവിടെ ഇന്ത്യക്ക് ഇതൊരു നല്ല സമയം തന്നെ അല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഡിസ്ട്രാക്റ്റഡ് US is not good for India, which is hoping to attract greater US attention. ഗ്രേറ്റർ ആയിട്ടുള്ള US അറ്റൻഷൻ ലഭിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇന്ത്യ എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ദ ട്രേഡ് ഡീൽ, ഒരു ട്രേഡ് ഡീൽ വളരെ റീസെൻ്റ്ലി നടക്കേണ്ടായി, നമ്മളത് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. കാനഡയായിട്ട്, ഓസ്ട്രേലിയ ആയിട്ട്, US ആയിട്ടൊക്കെ നടത്തുന്ന ട്രേഡ് ഡീൽസ്. ആൻഡ് ഫൈൻഡ് എ പ്ലേസ് ഇൻ ദ വേൾഡ് വ്യൂ ഓഫ് മിസ്റ്റർ ട്രംപ്. മിസ്റ്റർ ട്രംപിൻ്റെ വേൾഡ് വ്യൂവിൽ ഇന്ത്യക്ക് ഒരു നിശ്ചിത സ്ഥാനം ആഗ്രഹിച്ചിരിക്കുന്ന ഇന്ത്യക്ക് ഇതൊരു നല്ല ന്യൂസ് അല്ല എന്ന് ഇദ്ദേഹം പറയുന്നു. ഇനി ഇന്ത്യ ആൻഡ് റീജിയണൽ പോളിസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ റൂള് ആസ് ആൻ ഒബ്സർവർ അറ്റ് മിസ്റ്റർ ട്രംപ്സ് ഫസ്റ്റ് ബോർഡ് പീസ് മീറ്റിംഗ് ഇൻ വാഷിംഗ്ടൺ DC, ഇൻഡിക്കേറ്റിംഗ് എ വെൽക്കം വില്ലിംഗ്നെസ് ടു ടേക്ക് മോർ പ്രോ ആക്റ്റീവ് റോൾ അല്ലേ. കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ള റോള് ഈ റീജിയണിൽ ഇന്ത്യക്ക് എടുക്കാനായിട്ട് സാധിക്കും. കാരണം എന്താ വെച്ചാൽ, മിസ്റ്റർ ട്രംപിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ബോർഡ് ഓഫ് പീസ് മീറ്റിങ്ങിൽ ഇന്ത്യ ആസ് ആൻ ഒബ്സർവർ, ഇന്ത്യസ് റോൾ ആസ് ആൻ ഒബ്സർവർ ആയിരുന്നു അല്ലേ. അവിടെ ഒരു വെൽക്കം ആയിട്ടുള്ള ഒരു വില്ലിംഗ്നെസ് അവിടെ കാണുകയുണ്ടായി ടു ബിക്കം മോർ ആക്റ്റീവ് ഇൻ ദിസ് റീജിയൻ. While India immediately reached out to meet the needs of Indian community in the Gulf, it slipped back to the default mode when Khamenei was assassinated and when an Iranian naval vessel leaving Indian shore was torpedoed by the US Marine in the high seas. അല്ലേ. അപ്പോൾ ഇന്ത്യക്ക് ആക്ച്വലി ബയലാറ്ററൽ റിലേഷൻസ് ആണ് ഗൾഫ് നാടുകളുമായിട്ടുള്ളത്. ഇന്ത്യ ഈ ഒരു യുദ്ധം തുടങ്ങി ഇമ്മീഡിയറ്റ്ലി ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഗൾഫിലേക്ക് റീച്ച് ഔട്ട് ചെയ്തു. പെട്ടെന്ന് എന്ത് പറ്റി, ഒരു ഡിഫോൾട്ട് മോഡിലേക്ക് മടങ്ങേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ, ഖാമേനി വാസ് അസാസിനേറ്റഡ്, ഹി വാസ് കിൽഡ് അല്ലേ. അതിനുശേഷം നടന്ന ഇൻസിഡൻസ്, ഇറാനിയൻ നേവൽ വെസൽസ് ഇന്ത്യയിൽ നടന്ന ഒരു നേവൽ ഷോയിന് ശേഷം തിരിച്ചു പോകവേ വാസ് എന്താ പറയുക, റൂയിൻഡ് അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് എന്നാണ്. ടോർപെഡോയിഡിൻ്റെ മീനിങ് എന്താണ്, റൂയിൻഡ് അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് എന്നാണ് കേട്ടോ. ബൈ ദ US
യു എസ് അല്ലെ അന്തർവാഹിനിയിൽ നിന്ന് അത് ഡിസ്ട്രക്ഷൻ നേരിടേണ്ടി വന്നു. ഇന്ത്യക്ക് ഗൾഫ് നാടുകളിലുമായിട്ട് ഇസ്രയേൽ ആയിക്കോട്ടെ മെനി അതർ റീജിയണൽ കൺട്രീസ് ആയിക്കോട്ടെ എല്ലാവരുമായിട്ട് ബൈലാറ്ററൽ റിലേഷൻസ് ഉണ്ട് അല്ലേ. ബട്ട് വിത്ത് ഇന്ത്യ സ്ട്രേറ്റ്സ്, ഇന്ത്യ എന്താ പറയുക ഒരു ഡേഞ്ചർ ആണ് ഈ റീജിയണിൽ, ഇൻക്ലൂഡിങ് ഇറാൻ. മോർ ബാലൻസ്ഡ് റീജിയണൽ പോളിസി എസെൻഷ്യൽ. കുറച്ചുകൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള റീജിയണൽ പോളിസി ഇവിടെ ആവശ്യമാണ്. കാര്യം എന്താ വെച്ചാൽ ഒരു അറ്റ്ലീസ്റ്റ് മാനേജ് ഒരു കോൺട്രഡിക്ഷൻസ് ബിറ്റ്വീൻ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് റീസെൻറ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള സച്ച് ആസ് റീസെൻറ്റ് സ്കിസംസ് എന്ന് പറഞ്ഞാൽ ഒരു റിഫ്റ്റ് അല്ലേ ബിറ്റ്വീൻ സൗദി അറേബ്യ ആൻഡ് എമിറേറ്റ്സും സൗദി അറേബ്യയും നടന്ന ഒരു റിഫ്റ്റ് പോലെ തന്നെ ഇന്ത്യയും ബാക്കി ബൈലാറ്ററൽ ടൈസ് ഉള്ള രാജ്യങ്ങളുമായിട്ട് നടക്കാനായിട്ടുള്ള സാധ്യതകൾ ഈ സമയത്ത് ഏറ്റവും കൂടുതലാണ്. സോ റീജിയണൽ പോളിസി ഈസ് മച്ച് മോർ ദാൻ ആൻ അഗ്രിഗേഷൻ ഓഫ് മെനി ബൈലാറ്ററൽ റിലേഷൻസ്, വെദർ in tackling West Asia, Europe, Central Asia or Southeast Asia. So aggregation എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ അല്ലേ. റീജിയണൽ പോളിസി എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മെനി ബൈലാറ്ററൽ റിലേഷൻ, പല ബൈലാറ്ററൽ റിലേഷൻ്റെ കോമ്പിനേഷനാണ്. വെസ്റ്റ് ഏഷ്യ ടാക്കിൾ ചെയ്യുന്നതും യൂറോപ്പ്, സെൻട്രൽ ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇതെല്ലാം ഇന്ത്യയുടെ കൺസിഡറേഷനിൽ വരേണ്ട കാര്യങ്ങൾ തന്നെയാണ്. So Iranian war is the American way of attempting to reorder West Asia. വെസ്റ്റ് ഏഷ്യ റീഓർഡർ ചെയ്യുക എന്നത് അമേരിക്കൻസിൻ്റെ വേ ആണ്. ഈ ഒരു ഇറാനിയൻ വാർ വഴി വെസ്റ്റ് ഏഷ്യയെ എന്താ പറയുക വരുതിക്ക് കൊണ്ടുവരിക എന്നതാണ് ആര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അമേരിക്കൻസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൺലി എക്സ്പോസ് ടു ദ ഇന്നബിലിറ്റി ഓഫ് ദ US ടു പ്രൊട്ടക്ട് ദ ഗൾഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് എന്താണ്, US-ൻ്റെ ഇൻകേപ്പബിലിറ്റി ആണ് എന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ബാക്കി അവരുടെ കുടക്കീഴിൽ അണിനിരക്കുന്ന ബാക്കി ഗൾഫ് സ്റ്റേറ്റ്സ് UAE, ബഹ്റൈൻ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നത് US-ൻ്റെ ഇൻകേപ്പബിലിറ്റി തന്നെയാണ്. മിസ്റ്റർ Trump has reordered to transatlantic alliance amicably when Europeans caved into everything that he's asked അല്ലേ. amicably എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രണ്ട്ലി, ആമിക്കബിൾ റിലേഷൻഷിപ്പ്, ഹാർമോണിയസ്ലി, ഫ്രണ്ട്ലി എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ആമിയബിൾ ഓൾസോ കറക്റ്റ് ആണ് കേട്ടോ. ആമിക്കബിൾ ആൻഡ് ആമിയബിൾ റിലേഷൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫ്രണ്ട്ലി എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. സോ എന്താ പറയുക, കേവ്ഡ് ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ പറയുന്ന യൂറോപ്യൻസ് അമേരിക്ക പറയുന്ന എല്ലാ കാര്യത്തിനോടും ജസ്റ്റ് ഗിവൻ സംതിങ് വാട്ട് ദേ ഡു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന രീതിയിലേക്ക് പോവുകയാണ്. സോ US-ൻ്റെ അറ്റംപ്റ്റ് ടു റീഓർഡർ ഇറ്റ്സ് റിലേഷൻ വിത്ത് റഷ്യ മെറ്റ് വിത്ത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ അല്ലേ. വ്ളാഡിമിർ പുടിനെ വളരെ റീസെൻ്റ് ആയിട്ട് അദ്ദേഹം റഷ്യയിൽ കാണുകയുണ്ടായി. അവിടെ എന്താണ് US പ്രസിഡന്റ് കാണുകയുണ്ടായി. ആ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് റഷ്യയുടെ റിലേഷൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ്. അതുപോലെ US-ഉം ചൈനയുടെ റിലേഷൻസ് മിസ്റ്റർ ട്രംപും ജിൻപിങ് അടുത്ത ഇടയ്ക്ക് തന്നെ മീറ്റ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഇത് ആങ്ഷ്യസ്ലി കാണുന്ന കുറച്ചധികം രാജ്യങ്ങളുണ്ട്. ജപ്പാൻ, സൗത്ത് കൊറിയ, ഇന്ത്യ, തായ്വാൻ അല്ലേ. ഈ രാജ്യങ്ങൾ ഇത് കാണുകയും അതുപോലെ ട്രംപിന് വെദർ ട്രംപ് വിൽ മേക്ക് MAGA ബട്ട് MCGA. MAGA മീൻസ് മേക്ക് അമേരിക്ക ഗ്രേറ്റർ അഗൈൻ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നും മേക്ക് ചൈന ഗ്രേറ്റ് അഗൈൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ട്രംപ് തിരിയുമോ ഇല്ലയോ എന്ന ഒരു എന്താ പറയുക അൺസർട്ടനിറ്റിയിലേക്ക് ഇന്ത്യ, തായ്വാൻ, ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ട്രാറ്റജിക് ആൻഡ് സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഈ റീജിയണിലേത് എന്ന് പറയുന്നത് ഹാവ് ബീൻ റീറിട്ടൺ, ഇപ്പോൾ ഒന്നുകൂടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇസൻറ്റ് ഇറ്റ് ഹാവ് ബീൻ റീറിട്ടൺ. ഐറോണിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഹാസ് ഇഫക്റ്റീവ്ലി പുഷ് ദ റീജിയൻ ഈവൻ ഡീപ്പർ ഇൻ ടു അമേരിക്കൻ ആംസ് അല്ലേ. ഇറാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ റീജിയനെ കുറച്ചുകൂടെ അമേരിക്കയുടെ കയ്യിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചൈന ആൻഡ് റഷ്യ ക്യാൻ ഓഫർ കൗണ്ടർ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഈസ് ഡിബേറ്റബിൾ അല്ലേ. ചൈനയ്ക്കും റഷ്യയ്ക്കും എന്തെങ്കിലും കൗണ്ടർ സേഫ്റ്റി അറേഞ്ച്മെൻറ്റ്സ് നടത്താൻ സാധിക്കുമോ എന്നത് ഇവിടെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇസ്രയേൽ വിൽ കണ്ടിന്യൂ ടു ബി എ പ്രിഡോമിനൻറ്റ് ഫോഴ്സ് ഇൻ ദിസ് റീജിയൻ. വെസ്റ്റ് ഏഷ്യയിൽ ഒരു വലിയ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഫോഴ്സായിട്ട് ഇസ്രയേൽ നിലനിന്ന് പോകും. ബട്ട് അതേഴ്സ് വിൽ ഓൾസോ ബെനിഫിറ്റ് സച്ച് ആസ് ടർക്കി, സൗദി അറേബ്യ ആൻഡ് പാകിസ്ഥാൻ അല്ലേ. ബാക്കി രാജ്യങ്ങളും ഇതിൽ നിന്ന് ബെനിഫിറ്റ്സ് ഡെഫിനറ്റ്ലി കൊയ്യും. With a strong Iran out of the way, their ambitions and stock will rise to fill the region space. ഇറാൻ
നാമാവശേഷമായാൽ അല്ലേ, ഇറാൻ വളരെ സ്ട്രോങ് ആയിട്ട് പ്രിവിലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഇറാൻ ഇപ്പോൾ എന്താണ്, അവർ തകർന്നാൽ അവർ ഈ ബാക്കിയുള്ള രാജ്യങ്ങളുടെ അംബിഷൻസും ഒക്കെ വളരെ ഉയരത്തിലാകും. സോ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ന്യൂസ് അല്ല. സോറി, കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു സ്ട്രാറ്റജിക് സ്പേസ് കൺസ്ട്രിക്റ്റഡ് ബൈ ബോത്ത് US ആൻഡ് ചൈന. ഒരു സൈഡിൽ നിന്ന് US ഒരു സൈഡിൽ നിന്ന് ചൈനയുടെയും ഒരു കൺസ്ട്രെയിനിലാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇറാൻ വാർ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റർ ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിട്ട്. ഇന്ത്യസ് നെയ്ബർഹുഡ് ഹാസ് ജസ്റ്റ് ബിക്കം എ മച്ച് ടഫർ ടു നെഗോഷിയേറ്റ്. ഇന്ത്യയുടെ നെയ്ബർഹുഡ് കുറച്ചുകൂടെ ടഫാകും, നെഗോഷിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിലേഷനിലേക്ക് നമ്മൾ പോകും എന്നാണ് പറയുന്നത്. സോ എഡിറ്റോറിയൽ ക്ലിയർ ആയോ? ഫസ്റ്റ് എഡിറ്റോറിയൽ ക്ലിയർ ആയോ? കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഒരു ലെങ്തി എഡിറ്റോറിയൽ ആയിരുന്നു കേട്ടോ ഇത്. ഞാൻ രണ്ടെണ്ണം പറഞ്ഞ ശേഷം വൈ ഐ ടുക്ക് 2 എഡിറ്റോറിയൽസ് ടുഡേ, നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്രമാത്രം എഡിറ്റോറിയൽസ് വായിക്കും അത്രയും നല്ല കാര്യമാണ്. ഇത് രണ്ടും ഒരേ ടോപ്പിക് ആയത് കാരണം ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ രണ്ടും ഒരേ ടോപ്പിക് ആയപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് 2 എഡിറ്റോറിയൽസ്. ആദർശന് ഓർമ്മയുണ്ടാവും. സോ we have discussed it. Okay, so any doubts, anything related to this, please feel free to ask. കുറേ പേര് ഇതിനകത്ത് കാണുന്നുണ്ട്. സോ 1-2 പേരല്ലാതെ എല്ലാവരും മെസ്സേജ് അയക്കുക. എല്ലാവരും ഒരു എന്താ പറയുക, എഡിറ്റോറിയൽസ് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ഡീപ്പ് ഡൈവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് മീ. ഓക്കെ, എന്നാലേ എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റിന് സ്കോപ്പ് ഉള്ളൂ. നിങ്ങൾ പറയാതെ ഞാൻ ഈ വഴി തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും അല്ലേ. നിങ്ങൾ പറയണം മാം വി വോണ്ട് ദിസ്, വി വോണ്ട് ദാറ്റ്. നമ്മൾ പറയും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയും അല്ലേ. അപ്പോൾ യു ഡിമാൻഡ്, ഡെഫിനറ്റ്ലി വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് പോസിബിൾ. ഇതിൻ്റെ മാക്സിമം നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എന്തെല്ലാം ചെയ്തിട്ടാണെങ്കിലും, എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും, എത്ര ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക. ദാറ്റ് ഈസ് മൈ ഇൻറ്റൻഷൻ. ഓക്കെ, യെസ്. രണ്ടാമത്തത്, ദ ലെസൺ ഇസ് എ നാഷണൽ സെക്യൂരിറ്റി കനോട്ട് ബി ഔട്ട്സോഴ്സ്ഡ്. It's useful. Okay, thank you, Prince. Yes. So lesson is national security cannot be outsourced. അല്ലേ, ഇതിൽ നിന്ന് പഠിക്കുന്ന പാഠം, ഈ യുദ്ധത്തിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ നാഷണൽ സെക്യൂരിറ്റി കനോട്ട് ബി ഔട്ട്സോഴ്സ്ഡ്. അല്ലേ, പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുമോ? ഇല്ല, നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതാണ് അടുത്ത ആർട്ടിക്കിളിൽ പറയുന്നത്. രാജീവ് അഗർവാളാണ് ഈ ആർട്ടിക്കിൾ എഴുതിയത്. അദ്ദേഹം ഒരു വെസ്റ്റ് ഏഷ്യ എക്സ്പേർട്ടാണ്, സീനിയർ റിസർച്ച് കൺസൾട്ടൻറ്റ് അറ്റ് ചിൻറ്റാൻ റിസർച്ച് ഫൗണ്ടേഷൻ ഡൽഹി, ആൻഡ് ഹി ഈസ് എ റിട്ടയർഡ് കേണൽ ടു. ഓക്കെ, സോ എഴുതിയേക്കുന്ന ആൾക്കാരെല്ലാം എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മളെക്കാളും അറിവുള്ള ആൾക്കാർ എഴുതിയേക്കുന്ന ആർട്ടിക്കിൾസ് ആണ് അല്ലേ. പക്ഷേ എപ്പോഴും എന്ത് ചെയ്യണം, നിങ്ങൾ മൂന്നാമതൊരാളായിരിക്കണം. ഒബ്സർവ് ഇറ്റ് ഫ്രം ഔട്ട്സൈഡ് അല്ലേ. നിങ്ങൾ അതിനെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന നിങ്ങളുടേതായ ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ് എല്ലാ കാര്യത്തിലും ക്രിയേറ്റ് ചെയ്യപ്പെടാം. ഡോണ്ട് ഗോ വിത്ത് ദ മിലി അല്ലേ. നമ്മൾ ഒഴുക്കിനൊത്ത് നീന്തി പോകുന്ന ഒരവസ്ഥ എപ്പോഴും നല്ലതല്ല. ഒഴുക്കിനെതിരായിട്ടും ചില സമയങ്ങളിൽ നിന്ന് നോക്കുക അല്ലേ. അപ്പോഴേ മനസ്സിലാവുള്ളൂ നമ്മുടെ മൈറ്റ് എന്താണ്, നമ്മൾ ഹൗ സ്ട്രോങ് യു ആർ. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം, സ്ഥിരമായി പത്രം വായിക്കുക, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അയ്യോ അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അറിഞ്ഞില്ലെങ്കിലും അറിയാൻ ശ്രമിക്കുക. ഇപ്പം എൻ്റെ അച്ഛനൊക്കെ പറയുമായിരുന്നു പണ്ട് they used to read more than one paper. ഒരു പേപ്പർ മാത്രമല്ല, അതിൽ കൂടുതൽ വായിക്കും. എസ്പെഷ്യലി ദ മിനിസ്റ്റീരിയൽ പവറിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ടൈം എന്താണ്, നമ്മളെക്കാളും വളരെ സമയം കുറഞ്ഞ ആൾക്കാർ, സമയം കുറഞ്ഞതെന്നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അച്ഛനൊക്കെ ഇങ്ങനെ പണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട്, പല മുഖ്യമന്ത്രിമാർ പലരും ഒക്കെ കാറിലൊക്കെ പോകുമ്പോഴാണ് പത്രം വായിക്കുന്നത്. 3, 4, 5 പത്രങ്ങളുണ്ടാവും. എന്നാലേ അടുത്ത പ്രാവശ്യം പോയി സംസാരിക്കുമ്പോൾ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ഭയങ്കരമായിട്ട് ബയസ്ഡ് ആയി പോകും അല്ലേ. ഒരു കാര്യം മാത്രം നിങ്ങൾ കാണുമ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ നോക്കിയോ, നിങ്ങളുടെ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. ഓ ഇതങ്ങനെയാണ്, ഇതങ്ങനെയാണ്, ഇതങ്ങനെയാണ്. എന്നാൽ മറിച്ച ഒരു വശം നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്യുക. ദെൻ ഓൺലി യുവർ ബ്രെയിൻ സ്റ്റാർട്ട് വർക്കിംഗ്. ഇദ്ദേഹത്തിന് എപ്പോഴും എന്ത് കൊടുത്തോണ്ടിരിക്കണം, യു നീഡ് ടു ഗിവ് ഡിഫറെൻറ്റ് തിങ്സ് അല്ലേ. Okay, so coming back to the topic, it is the second week of war. രണ്ടാമത്തെ ആഴ്ചയായി വാറിൻ്റെ അല്ലേ. US-ഉം ഇസ്രയേലും ഇറാനും അറ്റാക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ആഴ്ചയായി. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഓൺ February 28th. Okay. Yes, and they engage in discussions also. Absolutely right. Fruitful discussion. അത് മാത്രമല്ല വളരെ ഹെൽത്തി ഡിസ്കഷൻ. ഇന്നത്തെ പോലെയല്ല. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഡിബേറ്റ്സ് പഠിപ്പിക്കും കുട്ടികളെ. അപ്പം ഹൗ ടു ഡിബേറ്റ്,
അല്ലേ? ഒരിക്കൽ പോലും എനിക്ക് കുട്ടികളോട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. സംതിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ടി വി ഷോസ്. 8 മണിയുടെ ഡിബേറ്റ് കാണൂ കേട്ടോ, ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിബേറ്റ് എന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ഒരിക്കലും പറയില്ല. ഓക്കെ, വൈ? ബിക്കോസ് ദാറ്റ് ഈസ് എ വേഴ്സ് ഫോം ഓഫ് ഡിബേറ്റ് ദാറ്റ് ഐ ഹാവ് സീൻ. നോ റെസ്പെക്ട് ടുവേർഡ്സ് ഈച്ച് അതർ, ഹെൽത്തി ഡിസ്കഷൻസ് അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അപ്പം നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ കുറച്ചുകൂടെ മുമ്പുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടെ ഹെൽത്തി റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ആൾക്കാരാണ്, അല്ലേ? കേരളത്തിലെ കാര്യം നമ്മൾ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ പഴയ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ, യൂട്യൂബിലൊക്കെ ഉണ്ടാവും. ഇ.കെ. നായനാർ വന്ന് കെ കരുണാകരനെ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ ഉണ്ട്. അവരുടെ കോൺവെർസേഷൻ കേൾക്കണം, നല്ല രസമാണ് കേൾക്കാനായിട്ട്. സോ ലൈക്ക് ഹെൽത്ത് നോക്കണം, മറ്റത് ഇപ്പോഴത്തെയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം, അവർ വോംത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം വന്നപ്പോൾ കുറച്ചുകൂടെ ഹെയ്റ്റ് ക്യാമ്പയിൻസ് കൂടുകയാണ് ചെയ്തത്. നേരത്തെ കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, അത്ര ഹെയ്റ്റ് ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ഓൾ ദീസ് തിങ്സ്. സോ നമ്മുടെ 28 ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത ഇറാൻ ഇസ്രയേൽ ആൻഡ് US ഉൾപ്പെട്ടിട്ടുള്ള ഈ വാറ് ഒരു എക്സിസ്റ്റൻഷ്യൽ ആൻഡ് എമിനൻറ്റ് ത്രെറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് ഒഫെൻസീവ് ബൈ 2 ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ലീത്തൽ എന്ന് പറഞ്ഞാൽ ഡെഡ്ലി എന്നുള്ളൊരു മീനിങ് ആണ്. അതുപോലെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് മിലിറ്ററീസ്, അല്ലെ? അമേരിക്ക ആണെങ്കിലും ഇസ്രയേൽ ആണെങ്കിലും ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ മൊസാഡിനെ കുറിച്ചൊക്കെ വളരെ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ആൾക്കാരായിരിക്കാം, അല്ലേ? ആൻഡ് എക്സ്പെക്റ്റഡ് ടു ക്രഷ് ഇറാൻ ക്വിക്ക്ലി. അവർ എക്സ്പെക്ട് ചെയ്തിരുന്ന എന്താണ്? ഇറാനെ ഇപ്പം അങ്ങോട്ട് ക്രഷ് ചെയ്യാം, പക്ഷേ ഇറാൻ ഹാസ് സ്റ്റക്ക് ബാക്ക് ഹാർഡ്, തിരിച്ചടിച്ചു, അല്ലേ? ഹിറ്റിംഗ് ടാർഗറ്റ്സ് വൺസ് ദോ സേഫ് ആൻഡ് അൺടച്ചബിൾ. ഇതുവരെ തൊടാത്തതും അൺടച്ചബിൾ ആയിട്ടുള്ളതും സേഫ് എന്ന് കരുതിയിരുന്ന ആ ഒരു എന്താ പറയുക ടാർഗറ്റിലേക്ക് തിരിച്ചടിക്കുകയാണ് ഇറാൻ ചെയ്തത്. വൈ ഹാസ് ഇറാൻ ടാർഗറ്റഡ് ദെം? എന്തിനായിരിക്കണം ഇറാൻ ബാക്കിയുള്ള ഗൾഫ് കൺട്രീസിനെ ടാർഗറ്റ് ചെയ്തത്? ഹൗ ഡസ് ഇറ്റ് ചേഞ്ച് ദ നേച്ചർ ഓഫ് വാർ? വാറിൻ്റെ നേച്ചർ എങ്ങനെയാണ് അവിടെ മാറുന്നത്? So these targets are the various American military bases. ഇത് അമേരിക്കയുടെ വളരെ വലിയ മിലിറ്ററി ബേസസ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. ആസ് എ സ്പ്രെഡ് ഓവർ ദ റീജിയൻ ഓഫ് സൗദി അറേബ്യ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൗദി അറേബ്യ ഉണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ബഹ്റിൻ, ജോർദാൻ, ഇറാഖ്, സിറിയ ആൻഡ് ഒമാൻ. ഇത്രയും രാജ്യങ്ങളിൽ അമേരിക്കയുടെ മിലിറ്ററി ബേസസ് ഉണ്ട്. മിലിറ്ററി ബേസിൽ ഉള്ള രാജ്യങ്ങൾ ആയത് കാരണമാണ് ഇറാൻ അവരെ ടാർഗറ്റ് ചെയ്തത്. ഈ അറ്റാക്കുകൾ അവരെന്ത് ക്രിട്ടിക്കൽ എനർജി ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് ഓയിൽ ഡിപ്പോസിറ്റ്സ്, ഓയിൽ ഫീൽഡ്സ്, ഗ്യാസ് ഫീൽഡ്സ് ആൻഡ് പെർഹാപ്സ് മോർ ക്രൂഷ്യലി ദ ക്ലോഷ്യർ ഓഫ് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് സ്ട്രേറ്റ് അടയ്ക്കുക, ഓയിൽ ഡിപ്പോസിറ്റ്സിന്, ഓയിൽ ഫീൽഡ്, ഗ്യാസ് സപ്ലൈ, ഇതിനെ എല്ലാത്തിനെയും ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ആ ഒരു ഹോൾ റീജിയനെ പാനിക് സ്റ്റിക്കൺ ആക്കാൻ മാത്രം ഉതകുന്ന ഒന്നായിരുന്നു ഈ ഒരു അറ്റാക്ക്. ഇവിടെ ദ ക്വസ്റ്റ്യൻസ് ആർ ബീങ് ആസ്ഡ്, അല്ലേ? ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. എന്താണ്? സെക്യൂരിറ്റി ഗ്യാരണ്ടി അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് നൽകിയിരുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ബഹ്റിൻ, ജോർദാൻ, ഇറാഖ്, സിറിയ, ഒമാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് നൽകിയിരുന്ന സെക്യൂരിറ്റി ഗ്യാരണ്ടിക്ക് ഒരു എന്താ പറയുക ഓവർ ദ ലാസ്റ്റ് ഡെക്കേഡ്സ്, അല്ലെ? ഫോർ ഓവർ ഡെക്കേഡ്സ്, 10 പതിറ്റാണ്ടുകളായി നൽകിയിരുന്ന ഇതിന് എന്ത് സംഭവിച്ചു? Isn't it? Sense of disbelief and helplessness in the region witnessed the bubble of externally sponsored security blow. ഒരു വലിയ ബബിൾ, എക്സ്റ്റേണലി സ്പോൺസർ ചെയ്ത ഒരു വലിയൊരു ബബിള് പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള, അല്ലേ? നമ്മൾ ആ ഒരു രീതിയിലുള്ള ഒരു ഡിസ്ബിലീഫ്, സെൻസ് ഓഫ് ഡിസ്ബിലീഫ് ആണ് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. പലരും ക്വസ്റ്റ്യൻ ചെയ്യുന്ന എന്താണ്? ദ ലോജിക് ഓഫ് ഇറ്റ് ഓൾ വൈൽ അതേഴ്സ് ആർ ഓൾറെഡി ലുക്കിംഗ് അറ്റ് ഓൾട്ടർനേറ്റീവ് സെക്യൂരിറ്റി ഓപ്ഷൻസ് ഫോർ ദ ഫ്യൂച്ചർ. പലരും ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നതും. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വന്തമായ ഒരു സെക്യൂരിറ്റി ഓൾട്ടർനേറ്റീവ് ആയിട്ട് കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ദ ഗൾഫ് സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആസ് എ വാർ കണ്ടിന്യൂസ്, വാർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ദർ ആർ റിപ്പോർട്ട്സ് ദാറ്റ് ദ മിസൈൽ ഇൻ്റർസെപ്റ്റേഴ്സ് ഇൻ ദ ഗൾഫ് കൺട്രീസ് ഹാവ് റൺ ഔട്ട് വിത്ത് ദ US, അല്ലേ? മിസൈൽ ഇൻ്റർസെപ്റ്റേഴ്സ് ഒരുപാട് എടുത്ത് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് പല രാജ്യങ്ങൾക്കും, അല്ലേ? അവർ അത് തീർന്നു പോകുന്ന ഒരവസ്ഥ. കാരണം ഈ ഒരു ഇംപെൻഡിങ് ഡേഞ്ചർ ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങളും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, അല്ലേ? അങ്ങനെ അവർക്കും ഒരു യുദ്ധത്തിൻ്റെ ഭാഗമാകണം, വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് പോവുകയായിരുന്നു, ഡെവലപ്ഡ് ആയിട്ട് പോവുമായിരുന്നു, അല്ലേ?
അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, ദേ വെർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ബിസിനസ് ട്രേഡ് റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ്, ഇക്കണോമിക് ടൈസ്, സ്പേസ് പ്രോഗ്രാംസ് അല്ലെ, ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അല്ലെ, അങ്ങനെ പോകുന്ന അവസരത്തിൽ ഈ ഒരു തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം അവർക്ക് ഇതുവരെ വന്നിട്ടില്ല. സോ ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ദർ ആർ റിപ്പോർട്ട്സ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മിസൈൽ ഇന്റർസെപ്റ്റേഴ്സ് ഗൾഫ് കൺട്രീസിലെ എന്താ പറയുക റൺ ഔട്ട് എന്ന് പറഞ്ഞാൽ തീർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അൺഏബിൾ ടു റീപ്ലെനിഷ് ദം അല്ലെ, US അത് റീഫിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ദീസ് ക്രിട്ടിക്കൽ ഡിഫൻസ് സിസ്റ്റം. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലൊരു ഡിസ്കഷൻ നടന്നപ്പം പറയുണ്ടായി, അത് ഒരാൾ നമ്മുടെ ഫാമിലി മെമ്പറാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, അമേരിക്കൻസിൻ്റെ ഈ പറയുന്ന ഡിഫൻസ് സിസ്റ്റം, അമേരിക്കൻസിൻ്റെ മിസൈൽസ്, അമേരിക്കൻസിൻ്റെ ഡ്രോൺസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് വെരി കോസ്റ്റ്ലി അല്ലേ. ചുമ്മാ എടുത്തങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പോകത്തില്ലേ, സാധനം ഇങ്ങനെ തീരുന്നതിനനുസരിച്ച് റീഫിൽ ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് അല്ലേ. അതാണിപ്പോൾ അമേരിക്കൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന്. ഓക്കെ, ഇറാൻ്റെ അത്രയും എക്സ്പെൻസീവ് അല്ല. ഓക്കെ, സോ ദേ ആർ ഏബിൾ ടു മാനേജ് ഇറ്റ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു ക്രിട്ടിക്കൽ ഡിഫൻസ് സിസ്റ്റം ഫോർ ഇസ്രായേൽ ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള ലിമിറ്റഡ് അവൈലബിലിറ്റിയെക്കുറിച്ചും പറഞ്ഞു വരുന്നു. ഇനി ഗൾഫ് കൺട്രീസ്, വൈ ആർ ദ ഗൾഫ് കൺട്രീസ് സോ ഹെൽപ്ലെസ് ഇൻ ഡിഫെൻഡിങ് ദംസെൽസ്? എന്തുകൊണ്ടാണ് ഗൾഫ് കൺട്രീസ് ഹെൽപ്ലെസ് ആയി പോകുന്നത് അവരെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് കാരണം എന്താണ് എന്നതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് വർക്ക്ഡ് ഔട്ട് ഇൻ ദ റീജിയൻ ത്രൂ അമേരിക്ക ഓൾമോസ്റ്റ് 45 years ago, 45 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയുമായിട്ട് നടത്തിയ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സിൻ്റെ റീസൺ കൊണ്ട് തന്നെയാണ് അവർക്ക് സ്വന്തമായി ഡിഫൻസ് നിലനിർത്താൻ സാധിക്കാത്തത്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ നോക്കിക്കോളും എന്നുള്ള ഒരു ധാരണ അല്ലേ. ഇറാനിയൻ റെവല്യൂഷൻ 1979-80 കാലഘട്ടങ്ങളിൽ ഈ റീജിയണൽ മൊണാർക്കീസ് ഫെൽറ്റ് ത്രെറ്റഡ്, ഇവിടെയുള്ള റീജിയണൽ മൊണാർക്കീസ് അവർ ത്രെറ്റൻഡ് ആയിരുന്നു. ആൻഡ് US എന്ത് ചെയ്തു, അവരെ പ്രോമിസ് ചെയ്തിരുന്നു ടു ഡിഫെൻഡ് ഗൾഫ് സ്റ്റെബിലിറ്റി നിലനിർത്തുകയും അതുപോലെ എക്സ്റ്റേണൽ ത്രെറ്റിൽ നിന്നും ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തോളാമെന്ന് ഈ ഇറാനിയൻ റെവല്യൂഷൻ 1979-80 കാലഘട്ടങ്ങളിൽ നടത്തിയതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, US പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1980 സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ അഡ്രസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇൻ റിയാക്ഷൻ ടു 1979 ഇറാനിയൻ റെവല്യൂഷൻ US പ്രസിഡന്റ് ആയിട്ടുള്ള ജിമ്മി കാർട്ടർ, അന്നത്തെ US പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അഷ്വർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, that outside attempt to control the Persian Gulf will be regarded as an assault on the vital interest of the US. അതായത് പേർഷ്യൻ ഗൾഫിലുള്ള, പേർഷ്യൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇറാൻ്റെ പഴയ പേരാണ് പേർഷ്യ അല്ലേ. സോ പേർഷ്യൻ ഗൾഫിലുള്ള രാജ്യങ്ങളെ അസോൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ആക്രമിക്കുന്ന വഴി US-ന്റെ താല്പര്യങ്ങൾ, സ്വകാര്യ താല്പര്യങ്ങളെ ആക്രമിക്കുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആൻഡ് ദാറ്റ് സച്ച് അസോൾട്ട് വിൽ ബി റിപ്പൽഡ് ബൈ ദ മീൻസ് നെസസറി ഇൻക്ലൂഡിങ് മിലിറ്ററി ഫോഴ്സ്. അങ്ങനെയുള്ള ഒരു അസോൾട്ടിനെ അമേരിക്ക മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും എന്ന് പറയുന്നു. ഓക്കെ, സോ അന്ന് കൊടുത്ത പ്രോമിസാണ് കേട്ടോ അത്. സോ ആ ഒരു പ്രോമിസസിൻ്റെ ബേസിസിലാണ് അവരിപ്പോഴും അത് എന്ത് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഡിപ്പെൻഡൻസി ഇപ്പോഴും അമേരിക്കയുമായിട്ട് ഗൾഫ് നാടുകൾക്ക് ഉണ്ട് താനും. സെവറൽ മോർ ഇനീഷ്യേറ്റീവ്സ് പിന്നീടായിട്ടുണ്ടായി. US ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ GCC ഓർത്തോടെ, GCC ഉണ്ടായി. സമ്മിറ്റ് റിയാദിൽ മെയ് 2017 നടത്തുകയുണ്ടായി. അന്ന് ഒരു റീജിയണൽ അലയൻസ് ഇൻ ദ ഫോം ഓഫ് അറബ് നേറ്റോ എന്ന രീതിയിൽ ഒരു റീജിയണൽ അലയൻസ് അവിടെ കൊണ്ടുവരണമെന്നും ഓർ ദ മിഡിൽ ഈസ്റ്റ് സ്ട്രാറ്റജിക് അലയൻസ് MESA വാസ് മൂട്ടഡ് എന്ന് പറഞ്ഞാൽ പ്രപ്പോസ്ഡ് എന്നുള്ളൊരു മീനിങ് ആണ്. ഇൻക്ലൂഡിങ് ദ GCC നേഷൻ നമ്മളിവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പേർഷ്യൻ ഗൾഫ്, അതായത് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലാണ്. അതൊരു പൊളിറ്റിക്കൽ ഇക്കണോമിക് യൂണിയൻ ഓഫ് 6 അറബ് നേഷൻസ് ബ്രോഡനിങ് ദ പേർഷ്യൻ ഗൾഫ്. ഏതൊക്കെയാണ്? ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ ആൻഡ് ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഓക്കെ, അതുമാത്രമല്ല ഈജിപ്തും ജോർദാനും അവരുടെ ഒപ്പമുണ്ട്. ഓക്കെ, ഇതാണ് GCC നേഷൻസിൻ്റെ കൂട്ടായ്മ എന്നുള്ളത്. സോ ഈ ഫെയിൽ ടു ടേക്ക് ഓഫ് ഡ്യൂ ടു ഡിപ്ലോമാറ്റിക് ബ്ലോക്കേഡ്. ഇത് ടേക്ക് ഓഫ് ചെയ്തോ, ഇത് സ്റ്റാർട്ട് ചെയ്തോ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഡിപ്ലോമാറ്റിക് ബ്ലോക്കേഡ്സ് ഉള്ള കാരണം ഖത്തറിൽ 2017 ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുശേഷം എന്ത് ചെയ്തു, ഇസ്രയേൽ ദോഹ, ഖത്തർ ഇവർ ടാർഗറ്റ് ചെയ്യുകയും ഹമാസ് ലീഡർഷിപ്പ് ഇൻ സെപ്റ്റംബർ 2025 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ, ഖത്തറിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ലീഡർഷിപ്സ് ഒളിച്ചിരിപ്പുണ്ട് എന്ന രീതിയിൽ അവർ അറ്റാക്ക് ചെയ്യുകയുണ്ടായി.
US has assured എന്താണ് ഒരു അയൺ ക്ലാഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു ആർക്കും ബൈപ്പാസ് ചെയ്യാനോ ബ്രീച്ച് ചെയ്യാനോ സാധിക്കാത്ത ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി ഖത്തറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു akin to Article 5 of the North Atlantic Treaty Organization Charter. North Atlantic Treaty Organization Charterന്റെ ആർട്ടിക്കിൾ 5 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു കോർണർ സ്റ്റോൺ ഓഫ് നേറ്റോ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേറ്റോയുടെ മെമ്പർ ആയിട്ടുള്ള ഒരാളെ അറ്റാക്ക് ചെയ്താൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി അറ്റാക്കിംഗ് ഓൾ. ഒരാളെ അറ്റാക്ക് ചെയ്താലും അത് ഹോൾ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുന്നത് തുല്യമായിരിക്കും. അപ്പം നേറ്റോയുടെ മെമ്പർ ആയിട്ടുള്ള ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ ബാക്കിയുള്ള എല്ലാവരും അവർ എന്ത് ചെയ്യും, ആ ഡിഫെൻസിന് ഒരുങ്ങും എന്നുള്ളതാണ്. നിങ്ങൾ ഒരാളെയല്ല എല്ലാവരെയും ഫേസ് ചെയ്യേണ്ടി വരും എന്ന സാഹചര്യം. ഇറ്റ്സ് ഇറ്റ് 1949 ഇത് സൈൻ ചെയ്തത്. ആൻഡ് ഇറ്റ് ഒബ്ലൈജ് മെമ്പേഴ്സ് ടു ടേക്ക് നെസസറി ആക്ഷൻ ഇൻക്ലൂഡിങ് ആംഡ് ഫോഴ്സ് ടു റീസ്റ്റോർ ആൻഡ് മെയിൻറ്റെയിൻ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആംഡ് ഫോഴ്സ് ആണെങ്കിലും ഏത് തരത്തിലുള്ളതാണെങ്കിലും ഇൻക്ലൂഡിങ് ആംഡ് ഫോഴ്സ് ആണ് പറയുന്നത് അല്ലേ, ഉപയോഗിക്കാനുള്ള അധികാരം. സോ all part of the past US-ന്റെ എല്ലാ ഭാഗങ്ങളും അഷുറൻസ് ഹാവ് കം ടു നത്തിങ് അല്ലേ. അഷുറൻസ് ഉണ്ട്, പക്ഷേ അതൊന്നും ഇവിടെ ഫലപ്രദമായിട്ടില്ല. US എന്ത് ചെയ്തു, ഗൾഫ് കൺട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഫെയിൽഡ് ആയി എന്നുള്ളതാണ് പറയുന്നത്. ഓൺഗോയിങ് കോൺഫ്ലിക്റ്റ് എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്? സെക്യൂരിറ്റി ഗ്യാരണ്ടി വാസ് ഇല്യൂഷണറി, ഇൻഎഫക്റ്റീവ് ആൻഡ് അൺറിലയബിൾ. ഇത്രയും നാൾ അവർ വിചാരിച്ചിരുന്ന അമേരിക്കയുടെ സെക്യൂരിറ്റി ഗ്യാരണ്ടി എന്ന് പറയുന്നത് വളരെ ഇല്യൂഷൻ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതും ഇൻഎഫക്റ്റീവുമാണ്, അതുപോലെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നുമാണ്. അൺറിലയബിൾ മീൻസ് കനോട്ട് ബി ഡിപ്പെൻഡഡ്. ഗൾഫ് സ്റ്റേറ്റ്സ് ക്യാൻ നോ ലോങ്ങർ കൗണ്ട് ഓൺ അമേരിക്കൻ അഷുറൻസ് ഫോർ ദെയർ ഫ്യൂച്ചർ സേഫ്റ്റി. ഇനിയൊരു കാലത്ത് ഫ്യൂച്ചറിൽ അവരുടെ സേഫ്റ്റി കൺസിഡർ ചെയ്യുമ്പോൾ അമേരിക്കൻ അഷുറൻസിനെ അവർ എപ്പോഴെങ്കിലും നോക്കുമോ? സാധ്യത വളരെ കുറവാണ്. വാട്ട് ഇന്ത്യ ക്യാൻ ലേൺ, എന്താണ് ഇന്ത്യക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് അല്ലേ? കമ്മിങ് ടു ഇന്ത്യ, നമ്മൾ എന്ത് ആർട്ടിക്കിൾ എഴുതുമ്പോഴും ഇന്ത്യക്ക് എന്താണ് സ്ഥാനം എന്നുള്ളത് നോക്കിയിട്ട് വേണ്ട എഴുതാനായിട്ട്. സോ ദേ ആർ ക്രൂഷ്യൽ ലെസൺസ്. ഇത് നമ്മൾ വളരെ വലുതായിട്ട് പഠിക്കേണ്ട ലെസൺസ് ആണ്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആംസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, പുറമേ നിന്ന് വാങ്ങുന്നുണ്ട്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടോപ്പ് മോസ്റ്റ് കൺട്രീസ് ആണ്. ഇവിടെ ടേണിംഗ് പോയിന്റ് ഉണ്ടായത് എപ്പോഴാണ്? കാർഗിൽ വാർ ഇൻ 1999 എക്സ്പോസ് ബോത്ത് ക്രിട്ടിക്കൽ ഷോർട്ടേജസ് ആൻഡ് വൾണറബിലിറ്റീസ്. നമ്മളുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഷോർട്ടേജസും വൾണറബിലിറ്റീസും അല്ലേ, നമ്മൾ ഈ ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഉള്ള ഒരു പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത് എപ്പോഴാണ്? ഈ ഒരു കാർഗിൽ വാറിൻ്റെ സമയത്താണ്. സോ കീ റെക്കമെൻഡേഷൻ ഓഫ് കാർഗിൽ റിവ്യൂ കമ്മിറ്റിയുടെ കീ റെക്കമെൻഡേഷൻ, ഇതൊരു കേണലാണ് എഴുതിയിരിക്കുന്നത്. സോ നമുക്ക് കുറച്ചുകൂടെ റിലേ ചെയ്യാവുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. സെൽഫ് റിലയൻസ് ഇൻ മിലിറ്ററി എക്യുപ്മെന്റ്സ്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്, സെൽഫ് റിലയൻസ് ഇൻ മിലിറ്ററി എക്യുപ്മെന്റ്സ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചത് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം, അതുകൂടെ ചേർത്ത് വെച്ച് വേണം ഇത് വായിക്കാനായിട്ട്. ഇറ്റ് വാസ് ഓൺലി ലാസ്റ്റ് വീക്കാന്ന് തോന്നുന്നു നമ്മൾ വായിച്ചത്. ഇന്ത്യ ഈസ് ഓൺ ദ 25th പൊസിഷനിലാണ് exporting arms, and India is in the second positionലാണ് importing arms, isn't it? അപ്പോൾ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? 25th പൊസിഷനിലാണ് ഇപ്പോഴും. അവിടെ നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞു, isn't it? പാക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ദേ ആർ ഡെവലപ്പിംഗ്, ദേ ആർ സെല്ലിംഗ് അല്ലേ. ഈവൻ ദോ അവർക്ക് അവിടെ കമ്പനീസ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും, അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എങ്കിൽ പോലും, അസംബ്ലിംഗ് യൂണിറ്റ് ഒക്കെ പുറത്താണെങ്കിൽ പോലും ദേ ആർ ഏബിൾ ടു സെൽ ഇറ്റ്. ആർക്കൊക്കെയാണ് അവർ സെല് ചെയ്തതെന്ന് കൂടെ നമ്മൾ പറഞ്ഞു അല്ലേ. സിവിൽ വോർ നടക്കുന്ന പല രാജ്യങ്ങളിലേക്കും, ലിബിയ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്കും അവർക്കത് സെല് ചെയ്യാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ ദിവസത്തെ ഒരു ആർട്ടിക്കിളാണ്, ഇഫ് യു റിമെമ്പർ. ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ കുറച്ച് കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഈ ഒരു കാര്യത്തിന് ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയുന്നത്. 2014 ആത്മനിർഭർ ഭാരത്, isn't it? ആത്മനിർഭരത, സെൽഫ് റിലയൻസ്, ഇത് ഇപ്പോൾ ഇവിടെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് ഇമ്പോർട്ടൻറ്റ് പെർസെൻറ്റേജ് ഹാവ് ഗോൺ ഡൗൺ ആൻഡ് ദ ഇമ്പോർട്ട് പെർസെൻറ്റേജ് താഴേക്ക് പോവുകയും, അതുപോലെ ഇൻഡിജിനസ് പ്രൊഡക്ഷൻസ്, നമ്മുടെ നാട്ടിൽ ഇൻഡിജിനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിജിനസ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ബോൺ ഇൻ ആർ ഓൺ കൺട്രി അല്ലേ, അതിനെയാണ് ഇൻഡിജിനസ് എന്ന് പറയുന്നത്. have taken off with private players being encouraged and even incentivized. Indigenous productions take off ചെയ്തിട്ടുണ്ട്, you have started, and private players being encouraged and incentivized.
സോ ഫിനാൻഷ്യൽ ഇയർ 2024-25 ഇന്ത്യൻ എക്സ്പോർട്ട് ഏകദേശം 23,622 കോടി രൂപ ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം 2.78 ബില്യൺ അല്ലേ. അപ്പോൾ ഇമ്പോർട്ട് പെർസെൻറ്റേജ് ഏകദേശം 25 മുതൽ 30% വരെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. മേജർ പ്ലാറ്റ്ഫോംസ് ഏതെല്ലാമാണ്? ബ്രഹ്മോസ് മിസൈലുണ്ട്, നമ്മുടെ തേജസ് ഫൈറ്റർ എയർക്രാഫ്റ്റ്, അതുപോലെ ആർട്ടിലറി ഗൺസ് ആൻഡ് അമ്യൂണേഷൻ. ഇതെല്ലാം ഇന്റർനാഷണൽ ഡിമാൻഡ് കൂടി വരികയാണ്. സെവറൻ ഫോറിൻ ഒറിജിൻ സിസ്റ്റം ആർ നൗ ബീങ് മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. ഫോറിൻ ഒറിജിൻ ആയിട്ടുള്ള പല സിസ്റ്റവും ഇന്ത്യയിലും മാനുഫാക്ചർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ആർട്ടിക്കിളിൻ്റെ അവസാനത്തേക്ക് എത്തുകയാണ്. ഈ ഒരു ലുക്കിംഗ് എഹെഡ്, ഇനി നമ്മൾ മുന്നോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന ഒരു ബിറ്റർ ലെസൺ ആണ് അല്ലെ, റീജിയനിലുള്ള ബിറ്റർ ലെസൺ ആണ്. റിപ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്നത് സൗദി അറേബ്യ, UAE, ഖത്തർ are not only considering reduce their investing commitments in the US. യുഎസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്സിനെ കുറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഏതെല്ലാം രാജ്യങ്ങൾ? സൗദി അറേബ്യ, UAE, ഖത്തർ. പക്ഷേ അവർ മിലിറ്ററി ബേസസ് അവരുടെ മണ്ണിൽ നിന്നും, അമേരിക്കയുടെ മിലിറ്ററി ബേസസ് അവരുടെ മണ്ണിൽ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ചായി ഇത് മാറും ഇൻ ദ റീജിയണൽ സെക്യൂരിറ്റി ആർക്കിടെക്ചർ. സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ, ഏകദേശം 50 കൊല്ലം മുമ്പ് ഇതിൻ്റെ കമൻസ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ വളരെ വലിയൊരു ചേഞ്ചായിട്ട് മാറും. ഹൗ ദിസ് വിൽ അൺഫോൾഡ്, ഇത് എങ്ങനെ ആകുമെന്നും എന്താണ് ഗൾഫിൻ്റെ സെക്യൂരിറ്റി ആർക്കിടെക്ചറിൻ്റെ ഫ്യൂച്ചർ എന്നും നമ്മൾ നോക്കിയിരുന്ന് കാണുക തന്നെ വേണം. ഒരു കാര്യം മാത്രം ക്ലിയർ ആണ്, a lesson from the war is that national security cannot be bought or outsourced. അല്ലെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? UAE ഒക്കെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട നാഷണൽ സെക്യൂരിറ്റി ഒരിക്കലും വില കൊടുത്ത് വാങ്ങാനോ ഔട്ട്സോഴ്സ് ചെയ്യാനോ സാധിക്കില്ല. അതാണ് ഈ ആർട്ടിക്കിൾ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത്. നാഷണൽ സെക്യൂരിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. 2 ആർട്ടിക്കിൾ മനസ്സിലായോ? ഇതിൻ്റെ ജസ്റ്റ് ഒരു കമ്പാരിസൺ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എഡിറ്റോറിയൽ 1 ആൻഡ് എഡിറ്റോറിയൽ 2 മെയിൻ ഫോക്കസ് എന്തായിരുന്നു? ഫസ്റ്റ് വണ്ണിൻ്റെ ജിയോപൊളിറ്റിക്കൽ ഇമ്പാക്ട് ഓഫ് ദി ഇറാനിയൻ വാർ ആയിരുന്നു. രണ്ടാമത്തെ സെക്യൂരിറ്റി ലെസൺസ് ഓഫ് ദ വാർ, എസ്പെഷ്യലി അബൌട്ട് സെൽഫ് റിലയൻസ്. ടോൺ അനലിറ്റിക്കൽ, ക്രിട്ടിക്കൽ ആൻഡ് കോഷണറി. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോൺ അടുത്ത സ്ലൈഡ്സിൽ കൊടുത്തിട്ടുണ്ട്. അനലിറ്റിക്കൽ, ക്രിട്ടിക്കൽ ആൻഡ് ഇൻസ്ട്രക്റ്റീവ് ഓർ അഡ്വൈസറി ആയിരുന്നു ഇതിൽ രണ്ടാമത്തെ ടോൺ. അപ്രോച്ച് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് വണ്ണിൻ്റെ എക്സാമിൻസ് ഗ്ലോബൽ പവർ പൊളിറ്റിക്സ്, US, ഇസ്രയേൽ, ഇറാൻ, ചൈന, റഷ്യ ആൻഡ് ദർ സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻ. ഇവിടെ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സും ഡിഫൻസ് ഡിപ്പെൻഡൻസും എസ്പെഷ്യലി ഇൻ ദ ഗൾഫ് റീജിയൻ ആണ് അപ്രോച്ച്. ഇവിടെ പറഞ്ഞേക്കുന്നത് ബ്രോഡർ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ബ്രോഡർ ഇൻ്റർനാഷണൽ സ്ട്രാറ്റജിക് അനാലിസിസ് ആണ്. ഇവിടെ പോളിസി ആൻഡ് ലെസർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് കൊടുത്തേക്കുന്നത്. കീ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ വാർ വിൽ ഷേപ്പ് ദ വെസ്റ്റ് ഏഷ്യൻ പവർ ഡൈനമിക്സ് ആൻഡ് ക്രിയേറ്റ് സ്ട്രാറ്റജിക് ചലഞ്ചസ് ഫോർ ഇന്ത്യ. അല്ലേ, നമുക്കറിയാം ആദ്യത്തെ ആർട്ടിക്കിളിൽ കൃത്യമായിട്ട് ഇത് ഇന്ത്യക്ക് എങ്ങനെ ഒരു പ്രഹരം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എക്സ്റ്റേണൽ പവർ ഓഫ് സെക്യൂരിറ്റിയിൽ റിലേ ചെയ്യുക, കൺട്രീസിനെ ഇനി റിലേ ചെയ്യാൻ സാധിക്കില്ല എന്നും ദേ മസ്റ്റ് ബിൽഡ് സെൽഫ് റിലയൻസ് ആൻഡ് ഡിഫൻസ് കേപ്പബിലിറ്റീസ് എന്നും പറഞ്ഞു വെക്കുന്നു. എവിഡൻസ് യൂസ് ചെയ്തേക്കുന്നത് ഇറാൻ പ്രോക്സീസ്, US സ്ട്രാറ്റജി, റീജിയണൽ അലയൻസ്, എനർജി സെക്യൂരിറ്റി, ഗ്ലോബൽ പവർ ഷിപ്സ്, ഇതെല്ലാം ഇവിടെ പറഞ്ഞു വരുമ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുക്കുന്നത് US സെക്യൂരിറ്റി ഗ്യാരണ്ടി, ഗൾഫ് കൺട്രീസിലേക്കുള്ള USൻ്റെ സെക്യൂരിറ്റി ഗ്യാരണ്ടി അതെങ്ങനെ ഫെയിൽ ചെയ്തു എന്നും ഇന്ത്യൻ ഡിഫൻസ് സെൽഫ് റിലയൻസ് ആഫ്റ്റർ കാർഗിലിനെ കുറിച്ചും പറയുന്നു. കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ എഡിറ്റോറിയൽ വാൺ ചെയ്യുന്നത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് എൻവയോൺമെൻറ്റ് ഇസ് ബിക്കമിങ് മോർ കോംപ്ലെക്സ് ആൻഡ് കൺസ്ട്രെയിൻഡ്. ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് നാഷണൽ സെക്യൂരിറ്റി മസ്റ്റ് ബി ഇൻഡിജിനസ് ആൻഡ് കനോട്ട് ബി ഔട്ട്സോഴ്സ്ഡ്. ഇതാണ് പറഞ്ഞു വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇസ് ദർ എനി ഡൗട്ട്സ് ദറ്റ് യു ഹാവ്? യെസ്. സോ ഇതിൻ്റെ അനലിറ്റിക്കൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. കെയർഫുള്ളി എക്സാമിൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ എഡിറ്റോറിയൽ മനസ്സിൽ വരിക, ദ വാർ ഇൻറ്റൻസിഫൈസ് ഇന്ത്യ സ്ട്രാറ്റജിക് ചാലഞ്ചസ് എന്ന ആദ്യത്തെ എന്താ പറയുക എഡിറ്റോറിയൽ നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? റൈറ്റർ കെയർഫുള്ളി എക്സാമിൻസ് ദ ജിയോപൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻവോൾവിങ് ഇറാൻ, UAE, ഇസ്രയേൽ ആൻഡ് റീജിയണൽ ആക്ടേഴ്സ്. ഓക്കെ, അവിടെ ഒരു കോസ് കോൺസിക്വൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസ് വഴിയാണ് നരേറ്റ് ചെയ്തേക്കുന്നത്. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇറാൻ സപ്പോർട്ട് ദ പ്രോക്സി ഗ്രൂപ്പ്സ് ലൈക്ക് ഹെസ്ബുള്ള, ഹൗത്തീസ്, അല്ലേ, ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അനലിറ്റിക്കൽ ആയത് കാരണം. ക്രിട്ടിക്കൽ ടോൺ ഇവിടെ കൊടുത്തേക്കുന്നത് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്രിട്ടിക്സ് ആൻഡ് മോട്ടീവ്സ് ആൻഡ് ആക്ഷൻസ് ഓഫ് മേജർ പവേഴ്സ്, എന്തിനിത് എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ ഐഡിയോളജി ആൻഡ് റെജീം ചേഞ്ചിന് വേണ്ടിയിട്ടാണ് എന്ന് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
നോട്ട് ടു എലിമിനേറ്റ് എൻ ഇമ്മിനന്റ് ത്രെറ്റ് എന്ന ക്ലെയിമും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ ബട്ട് ടു ചേഞ്ച് ഇറാൻസ് റെജിം, ഇറാൻ്റെ ഗവൺമെൻറ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ വാർ മുന്നോട്ടേക്ക് പോകുന്നത് എന്നും പറഞ്ഞു വെക്കുന്നു. കോഷണറി ആൻഡ് വാർണിംഗ് ആണ്, സീരിയസ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ചാലഞ്ച് ഫോർ ഇന്ത്യക്ക് എങ്ങനെയാണ് ഇത് ജിയോ പൊളിറ്റിക്കലി ചാലഞ്ചിങ് ആവുന്നത് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യസ് നെയ്ബർഹുഡ് ഹാസ് ബിക്കം ടഫർ ടു നെഗോഷിയേറ്റ് എന്ന ലാസ്റ്റ് ലൈൻ. സ്ട്രാറ്റജിക് ആൻഡ് പോളിസി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. കാരണം ഇന്ത്യ ടു അഡോപ്റ്റ് എ മോർ ബാലൻസ് റീജിയണൽ പോളിസി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. റീജിയണൽ പോളിസി മസ്റ്റ് ഗോ ബിയോണ്ട് ഇൻഡിവിജ്വൽ ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് എന്ന എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ മനസ്സിലായല്ലോ അനലിറ്റിക്കൽ, ക്രിട്ടിക്കൽ, കോഷണറി ആൻഡ് സ്ട്രാറ്റജിക്. രണ്ടാമത്തെ ദ ലെസൺ ഇസ് നാഷണൽ സെക്യൂരിറ്റി കനോട്ട് ബി ഔട്ട്സോഴ്സ്ഡ്. ഇത് അനലിറ്റിക്കൽ ആണ്, ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇറാൻ ഇസ്രയേൽ കോൺഫ്ലിക്റ്റിനെ ബേസ് ചെയ്ത് US ബേസിസും ഗൾഫ് ഇൻഫ്രാസ്ട്രക്ചറും എങ്ങനെ നാഷണൽ സെക്യൂരിറ്റി സിസ്റ്റം വീക്കെൻഡ് ആയി എന്ന് പറയുന്നുണ്ട്. അമേരിക്കൻ മിലിറ്ററി ബേസിസ് ഇൻ സൗദി അറേബ്യ, ഇത്രയും കാര്യങ്ങൾ ആർ നൗ ബിക്കമിങ് ദ ടാർഗറ്റ്സ്. ക്രിട്ടിക്കൽ ടോൺ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോങ് സ്റ്റാൻഡിങ് ഡിപ്പെൻഡൻസ് ഓൺ ഗൾഫ് കൺട്രീസ്, അല്ലെ, ഗൾഫ് കൺട്രീസിൻ്റെ ലോങ് സ്റ്റാൻഡ് ഡിപ്പെൻഡൻസ് ഓൺ US ആണ്. സെക്യൂരിറ്റി ഗ്യാരണ്ടി അതവിടെ കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. ഇല്യൂഷണറി, ഇൻഎഫക്റ്റീവ് ആൻഡ് അൺറിലയബിൾ ആണ് എന്നും മെൻഷൻ ചെയ്തു പോകുന്നു. ദാറ്റ് ഇസ് എ ക്രിറ്റിസിസം. കോഷണറി ടോൺ ആണ്, എല്ലാ കൺട്രീസിനെയും വോൺ ചെയ്യുന്നുണ്ട്. ഡേഞ്ചേഴ്സ് ഓൺ റിലയിങ് ഓൺ എക്സ്റ്റേണൽ ഫോഴ്സസ്, അല്ലെ, അതുകൊണ്ടാണ് പറയുന്നത് സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ബിൽസ്ഡ് ഓൺ ഫോറിൻ പ്രൊട്ടക്ഷൻ ക്യാൻ കൊളാപ്സ് ക്വിക്ലി, അല്ലെ. അപ്പോൾ ഇന്ത്യയോട് എന്താ പറയുന്നത്? ആത്മനിർഭരായിരിക്കൂ, ഇസ്ന്റ് ഇറ്റ്? ഇന്ത്യക്ക് ഒരു ഇൻസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ അഡ്വൈസറി ലെസൺ ആണ് ഇദ്ദേഹം പറയുന്നത്. ഒരു റിമൈൻഡർ കൊടുത്തിട്ടുണ്ട്, കാർഗിൽ വാറിൻ്റെ ഒരു റിമൈൻഡർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് ഇന്ത്യയോട് സെൽഫ് റിലയൻസ് ഇൻ ഡിഫൻസ് ആയിരിക്കണം എന്ന് പറയുന്നു, അല്ലേ. നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു മിലിറ്ററി പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഓക്കെ, പുഷ് ഫോർ ഡൊമസ്റ്റിക് ഡിഫൻസ് പ്രൊട്ടക്ഷൻ. ക്ലിയർ ആയോ? ഇതൊരു കീ ഡിഫറൻസ് പറയുകയാണെങ്കിൽ എഡിറ്റോറിയൽ 1 ഫോക്കസ് ഓൺ ഇന്ത്യസ് ജിയോ പൊളിറ്റിക്കൽ ചാലഞ്ചസ്, ഇവിടെ ഫോക്കസ് ഓൺ ബ്രോഡർ ലെസൺസ് ഓഫ് സെൽഫ് റിലയൻസ്. ഓക്കെ, സിമിലാരിറ്റി അനലൈസ് ചെയ്യുന്നത് രണ്ടും ഇറാൻ വാറും അതിൻ്റെ റീജിയണൽ കോൺസിക്വൻസസും ആണ്. ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുന്നത് US-ന്റെ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഇൻ വെസ്റ്റ് ഏഷ്യ ആണ്. എംഫസൈസ് ചെയ്യുന്നത് സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസ് ഫോർ ഇന്ത്യ. സോ നമ്മളുടെ ഒരു ആർട്ടിക്കിൾ ഒരു ദിവസം പത്രം വായിച്ച ഒരു സുഖം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു എഡിറ്റോറിയൽ കംപ്ലീറ്റ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു, അല്ലേ. ഇനി ഒരു കുട്ടി എക്സസൈസ് കൂടെ നമ്മൾ ചെയ്യാനുണ്ട് കേട്ടോ. ഇന്നലെ പറഞ്ഞതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ആരും ഇപ്പം ഇറങ്ങരുത്, ഇത് ലാസ്റ്റ് സ്ലൈഡൊന്നും അല്ല. അപ്പോൾ ഇവിടെ ഇന്നലെ ജോയിൻ ചെയ്തവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ അറിയാം. ഗോൾഡ് ബാച്ച് ഉണ്ട് ബാങ്കിങ്ങിൻ്റെ. അവിടെ വളരെ ഫൗണ്ടേഷൻ കോഴ്സ് മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും നിങ്ങളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പ്രിലിംസിലാണെങ്കിലും മെയിൻസിലാണെങ്കിലും ഇനി അതല്ല ഇൻ്റർവ്യൂസിലേക്കാണെങ്കിൽ പോലും നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്ന എൻട്രിയുടെ ഗോൾഡ് ബാച്ച് ഉണ്ട്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ, phase 1 ആൻഡ് phase 2 കവറേജ് ആണ്. അതുപോലെ പ്രാക്ടിക്കൽ ഇവാലുവേഷൻ ഉണ്ട്, മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ആൻഡ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റിനുള്ള സ്കോപ്പ് ആൻഡ് അനാലിസിസ് നടക്കും. അത് മാത്രമല്ല റെക്കോർഡഡ് സെഷൻസ്, ലൈവ് സെഷൻസ്, PYQs, മോക്സ്, അല്ലെ, ക്വിസസ്, ഇങ്ങനെ പോകുന്ന ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ കറക്റ്റ് ടൈമിങ്, അതിപ്പോൾ രാത്രിയിലിരുന്ന് പഠിക്കുന്നവരുണ്ടാവും, ഏർലി മോർണിംഗ് പഠിക്കുന്നവരുണ്ടാവും, ജോലിയുടെ ഇടയിൽ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കുന്നതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അതേ ഫീല് വരുന്ന രീതിയിൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എൻട്രി എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ലിങ്ക് ഉണ്ട്. ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടപ്പുണ്ട്. ലിങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതല്ല എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ എൻക്വയർ ഇൻ ദിസ് നമ്പർ 7736122215. ദിസ് ഇസ് എൻട്രീസ് നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? സോ in each of the following questions below, a sentence is given with one word highlighted in bold. From the given options, identify the sentence which expresses a meaning opposite to the given sentence. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ്സ് ആണ് കേട്ടോ കണ്ടുപിടിക്കേണ്ടത്. വിത്ത് ദ ഹൈലൈറ്റഡ് വേർഡ് റീപ്ലേസ് ബൈ എ വേർഡ് ഓഫ് ഓപ്പോസിറ്റ്സ്. അപ്പോൾ ഓപ്പോസിറ്റ്സ് കണ്ടുപിടിക്കാം. ഈ വേർഡ് എല്ലാം കണ്ടല്ലോ, വായിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് കറക്റ്റായിട്ട് വരുന്നത് എന്ന് ആൻസർ ചെയ്യുക. ദ ഗവൺമെൻറ് ഡിസൈഡഡ് ടു repudiate the outdated agreement signed decades ago.
The government decided to honor the outdated agreement signed decades ago. Government decided to reject. എല്ലാം സെയിം തന്നെയാണ്. ഓണർ, റിജക്ട്, റിനൗൺസ് ആൻഡ് ഡിസ്മിസ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ആൻസർ ചെയ്യാം കേട്ടോ. എല്ലാവരും ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം പറയാം, കീപ്പ് ഓൺ ആൻസറിങ് ഓൾ ഓഫ് യു. അതർ ഞാൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് പറയാം കേട്ടോ. സോ റിപ്യൂഡിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ മീൻ ചെയ്യുക? റിജക്റ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, റിജക്റ്റ് അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുക അല്ലേ. ഇവിടെ ഓണർ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുക. റിജക്റ്റിൻ്റെ മീനിങ് അറിയാം. റിനൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമലി ഗിവ് അപ്പ് എന്നുള്ളൊരു മീനിങ്ങാണ്. ഇസ്ന്റ് ഇറ്റ്? ഫോർമലി ഗിവ് അപ്പ്. ഡിസ്മിസ് ചെയ്യുക എന്ന് പറഞ്ഞാലും റെഫ്യൂസ് ചെയ്യുക തന്നെയാണ്. ഇസ്ന്റ് ഇറ്റ്? ഇതും റെഫ്യൂസ് ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ആൻസർ ചെയ്തോളൂ, എല്ലാവരും ആൻസർ ചെയ്തോളൂ. യെസ്, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. രണ്ടുപേര് മാത്രമല്ല, ഇതിനകത്തുള്ള ഒരുപാട് പേരുണ്ട്. പ്ലീസ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾ സ്വയമായിട്ട് ആൻസർ ചെയ്യുക. പഠിക്കുക, അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചോ ഇല്ലയോ എന്നൊന്ന് കൺഫേം ചെയ്തേക്കാം. ഓക്കെ, ദ റിഫോംസ് ആർ എക്സ്പെക്റ്റഡ് ടു ameliorate the condition of rural health care. ameliorate ഇംപ്രൂവ് ആണോ അതിന് പകരമായിട്ട് ഓപ്പോസിറ്റ് വരിക? എൻഹാൻസ്, വേഴ്സൺ, ബെറ്റർ. ameliorate എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ നിങ്ങൾക്ക് ഈ വേർഡിൻ്റെ മീനിങ് കിട്ടിയില്ലെങ്കിൽ ഇതിനകത്ത് ഏകദേശം 3 എണ്ണം ഒരേ മീനിങ് ആയിരിക്കും വരിക. ആ 3 എണ്ണത്തിൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, അത് നമ്മൾ പറയും റോങ് ഓപ്ഷൻസ് എലിമിനേഷൻ ഓഫ് റോങ് ഓപ്ഷൻ എന്ന ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ വേർഡിൻ്റെ മീനിങ് കിട്ടിയില്ലെങ്കിൽ. ആമിലിയോറേറ്റിൻ്റെ മീനിങ് എന്താണ്? സംതിങ് ഇംപ്രൂവ് ചെയ്യുക, മേക്ക് സംതിങ് ബെറ്റർ. ഓക്കെ, അതാണ് മീൻ ചെയ്യുന്നത്, മേക്ക് സംതിങ് ബെറ്റർ. ബാക്കി വേർഡ്സ് നിങ്ങൾക്കറിയാം. ഇംപ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ബെറ്റർ തന്നെയാണ്. എൻഹാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. വേഴ്സൺ മീൻസ് ടു മേക്ക് ഇറ്റ് വേഴ്സ് അല്ലേ, ടു മേക്ക് സംതിങ് ബാഡ്, റിയലി ബാഡ്. ബെറ്റർ, ഇംപ്രൂവ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് വന്നേക്കുന്നത്? യെസ്, കറക്റ്റ് ആൻസർ ആണ് വേഴ്സൺ. ഓക്കെ, ക്ലിയർ ആയല്ലോ? വേഴ്സൺ ഇസ് ദ റൈറ്റ് ആൻസർ. മൂന്നാമത്തത്, the company attempted to consolidate its positions in the international market. Yes, correct ആണ് കേട്ടോ. എല്ലാവരും കറക്റ്റ് ആണ്. ശ്രവ്യ, ആദർശ്, അനില, all are correct. Very good. Keep it up. Consolidate its position. Consolidateനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി strengthen, reinforce, weaken and fortify it's there. ഏതാണ്? കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസോളിഡേറ്റിന് 2 മീനിങ് ഉണ്ട്. ഒന്ന് എന്താണ് മീൻ ചെയ്യുക? എല്ലാം കൂടെ ഒരുമിച്ചാക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. മേക്ക് സ്ട്രോങ്ങർ എന്നുള്ളൊരു മീനിങ്ങും ഉണ്ട്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആണ് കേട്ടോ. മേക്ക് സ്ട്രോങ്ങർ അല്ലെങ്കിൽ സെക്യൂർ ചെയ്യുക. സ്ട്രെങ്തൻ എന്താണ്? മേക്ക് സ്ട്രോങ്ങർ ആക്കുക. റീഇൻഫോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റീഇൻഫോഴ്സ്? ഗിവ് അഡീഷണൽ സപ്പോർട്ട്. weaken ചെയ്യുക means less strong, to make less strong. fortify ചെയ്യുക. fortify ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? strengthen ചെയ്യുക. അപ്പോൾ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക? ഓപ്പോസിറ്റ് ആയിട്ട് വരിക. മിറ്റിഗേറ്റ് ചെയ്യുക മീൻസ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലെസ്? മേക്ക് ഇറ്റ് ലെസ് സിവിയർ. ദിസ് ഇസ് മിറ്റിഗേറ്റിംഗ്, അല്ലെങ്കിൽ സീരിയസ് ആകാതിരിക്കുക. ഓക്കെ, റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക? മേക്ക് റെഡ്യൂസ്, മേക്ക് ലെസ്. ഇനി അടുത്തത് ഈസ്. ഈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡിഫിക്കൽട്ടി ലെവൽ കുറയ്ക്കുക, മേക്ക് ലെസ് ഡിഫിക്കൾട്ട് അല്ലേ? ആൻസർ ചെയ്ത് പൊക്കോളൂ കേട്ടോ. യെസ്, intensify, make stronger, isn't it?
ലെസൺ ചെയ്യുക എന്ന് പറഞ്ഞാലും ഡിക്രീസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങാണ്. ഏതാണ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ? യെസ്, ആൻസർ സി ഇറ്റ് സെൽഫ്, ഇൻറ്റൻസിഫൈ ചെയ്യുക അല്ലേ. മിറ്റിഗേറ്റ് ചെയ്യുക, മേക്ക് ലെസ് സിവിയർ ആണ്. ഇൻറ്റൻസിഫൈ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂട്ടുക, അതിൻ്റെ ആഴം കൂട്ടുക. ദ ലീഡേഴ്സ് സ്പീച്ച് ഹെൽപ്പ് ടു ഗാൽവനൈസ് ദ സപ്പോർട്ടേഴ്സ് ഇൻ ടു ആക്ഷൻ. ഗാൽവനൈസ് ചെയ്യുക. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗാൽവനൈസ്? മോട്ടിവേറ്റ്, ഡിസ്കറേജ്, സ്റ്റിമുലേറ്റ്, എനർജൈസ്. ഇത് ഏതാണ് ഗാൽവനൈസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക? ഗാൽവനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുക നമുക്ക് പറയാം. അപ്പോൾ രണ്ട് വേർഡ്സ് അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, isn't it? മോട്ടിവേറ്റ്, സ്റ്റിമുലേറ്റ്. മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുക? ഇൻസ്പയർ ചെയ്യുക അല്ലേ, ഇൻസ്പയർ ചെയ്യുക. ഡിസ്കറേജ് മീൻസ്, what is the meaning of discourage? Reduce enthusiasm അല്ലെങ്കിൽ കോൺഫിഡൻസ്, രണ്ടും കറക്റ്റാണ്. സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻകറേജ് ചെയ്യുക, isn't it? എനർജൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ give energy or enthusiasm. സോ ഗാൽവനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുക എന്നാണ് മീൻ ചെയ്യുന്നത്. സോ വാട്ട് ഇസ് ദ റൈറ്റ് ആൻസർ? ഏതാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വന്നത്? യെസ്, ബി ഇസ് ദ റൈറ്റ് ആൻസർ, isn't it? ഡിസ്കറേജ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. സോ വി ഡിസ്കസ്ഡ് 2 എഡിറ്റോറിയൽസ്. കുറേയധികം മീനിങ്സ് ആൻഡ് ഇറ്റ്സ് എന്താ പറയുക, വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ടോൺ ഓഫ് ദി എഡിറ്റോറിയൽ മനസ്സിലായി. നിങ്ങൾ കുറച്ച് എക്സസൈസ് ചെയ്തു. ഇനി നമ്മൾ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് ടൈം കൺസ്ട്രെയിൻ ഉള്ള കാരണമാണ്. എനിക്ക് തോന്നിയിരുന്നു കൃത്യസമയത്ത് എത്തിച്ചേരില്ല, നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് വിൽ ഗോ ഓൺ. നിങ്ങളും എല്ലാവരും ബിസിയാണ്. സോ 1.5 hours ഇസ് ദ മാക്സിമം ദാറ്റ് വി ക്യാൻ ടേക്ക്. അപ്പോൾ നാളെ 8 o'clock again we'll meet with a new topic. 3 ദിവസമാണ് നമുക്ക് എഡിറ്റോറിയൽ ഉള്ളത്. ട്യൂസ്ഡേ, വെൻസ്ഡേസ് ആൻഡ് തേഴ്സ്ഡേസ് ആണ്. ബൈ ഡിഫോൾട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ട്യൂസ്ഡേ ഇല്ലെങ്കിൽ അത് ഫ്രൈഡേയോ മൺഡേയോ ഞാൻ എടുക്കുന്നതായിരിക്കും. എനിവേസ് 3 weeks we will be having an editorial. നിങ്ങൾ പ്ലീസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ വയ്ക്കുക. എന്തെങ്കിലും ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു പേഴ്സണൽ റീസൺ കൊണ്ട് മാറ്റേണ്ടി വന്നാൽ യു ഷുഡ് നോ വെൻ ഇസ് ദ നെക്സ്റ്റ് എഡിറ്റോറിയൽ. ഓക്കെ, അപ്പോൾ എല്ലാവരെയും അടുത്ത ക്ലാസ്സിൽ നാളെ തന്നെ കാണാം നമുക്ക് വിത്ത് എ ന്യൂ ടോപ്പിക്, വിത്ത് ഹോട്ട് ഡിസ്കഷൻസ്. ഇങ്ങനെയല്ല, കൂടുതലായിട്ട് നിങ്ങൾ യു ഓൾസോ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ഡിസ്കഷൻ. എന്നാലേ എൻ്റെ ഒരു രാവിലത്തെ എനർജി ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുള്ളൂ. എനിക്ക് ഇനി ഒരുപാട് വർക്കുള്ളതല്ലേ അല്ലേ? നിങ്ങളുടെ എനർജിയോട് കൂടെ തന്നെ എനിക്കും എനർജി കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു ശ്രവ്യ, അനില ആൻഡ് ആദർശ്. താങ്ക് യു സോ മച്ച് മൈ ഡിയർ വൺസ്. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ വിഷ് ചെയ്യുന്നു. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഫോക്കസ്ഡ്. സോ സീ യു ടുമോറോ. ബൈ, ടേക്ക് കെയർ.